ഉള്ള ഒരുപാട് കമ്പനീസ് ഉണ്ട്. അപ്പം അവർ യൂസ് ചെയ്യുന്ന ഒരു ട്രിക്കി ടേമാണ്, എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ട്രിക്കി ടേമാണ് CTC എന്ന് പറയുന്നത്. സ്റ്റോക്സിന്റെ കാര്യമാണെങ്കിൽ ഇപ്പം ഒരു വർഷം അവസാനം ആകുമ്പോൾ നിങ്ങൾക്ക് സ്റ്റോക്സ് മൊത്തം വെസ്റ്റ് ചെയ്ത് കിട്ടും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എല്ലാ കമ്പനീസിന്റെയും പോളിസി അതായിരിക്കത്തില്ല. എംപ്ലോയീസിന്റെ റിട്ടൻഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പം സ്റ്റോക്സ് 4 ഇയേഴ്സിലോ 5 ഇയേഴ്സിലോ ഒക്കെ ആയിട്ടായിരിക്കും വെസ്റ്റ് ചെയ്ത് വരുന്നുണ്ടാവുക. അപ്പൊ ആദ്യത്തെ ഒരു ഇയറിൽ നമ്മൾ ചിലപ്പം ഒരു 20% ആയിരിക്കും എംപ്ലോയിക്ക് കൊടുക്കുക. അതായത് നമുക്കൊരു 10 lakhs സ്റ്റോക്ക് ആണ് ഉള്ളതെങ്കിൽ ചിലപ്പോൾ ഒരു 2 lakh ആയിരിക്കും ഫസ്റ്റ് ഇയറിൽ നമുക്ക് വെസ്റ്റ് ചെയ്യാൻ പറ്റുക. ആൾക്കാർ മറ്റേ ഹ്യൂജ് LPA പാക്കേജ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 40 LPA ഇൻ അറ്റ്ലാഷിയൻ അല്ലെങ്കിൽ അതുപോലുള്ള കമ്പനികൾ പറയുമ്പോഴത്തേക്കും അവരുടെ സാലറി റേഞ്ച് എന്ന് പറയുന്നത് ആക്ച്വലി എത്രയാണെന്നുള്ളത് നമുക്കറിയാം. മറ്റത് മൊത്തം സ്റ്റോക്സ് ആണ്, ഈ പറഞ്ഞ ESOPs പോലെ സ്റ്റോക്ക് വെസ്റ്റഡ് ഓവർ 4 ഇയേഴ്സ്. അപ്പം ഇതൊരു ട്രിക്കി സാധനമാണ്. കമ്പനീസിന് നമ്മൾ റിട്ടൻഷൻ കൂട്ടാൻ വേണ്ടിയിട്ടും നമ്മളെ അവിടെ ആകർഷിച്ച് നമ്മളെ അവിടെ നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കി സാധനമാണ് ഈ ഒരു സ്റ്റോക്സ് എന്ന് പറയുന്നത്. ആമസോൺ ആൻഡ് യു ആർ നോട്ട് ഫ്രം an IIM. നീ പഠിച്ചത് ഇവിടുത്തെ ഒരു നോർമൽ കോളേജിലാണ്. ആൻഡ് എനിക്ക് തോന്നുന്നു അത് കുറെ ആൾക്കാർക്ക് റിലേറ്റബിൾ ആയിരിക്കും. ഇപ്പോൾ ഹായ് ലയ, വെൽക്കം ടു ക്യൂരിയസ് കഥകൾ പോഡ്കാസ്റ്റിന്റെ നെക്സ്റ്റ് ഗസ്റ്റ് ആയിട്ട് നീ വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ലയ ഈസ് എ റിക്രൂട്ടർ അറ്റ് ആമസോൺ. ലയ കുറെ നാളായിട്ട് HR ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഷീ ഡിഡ് ഹെർ മാസ്റ്റേഴ്സ് സ്പെസിഫിക്കലി റിലേറ്റഡ് ടു HR. ആൻഡ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ലയയുടെ ജേർണിയാണ് ടു ആമസോൺ ആസ് വെൽ ആസ് HR ഡൊമൈനിനെ കുറിച്ചിട്ട്. കുറെ ആൾക്കാർക്ക്, നോട്ട് ജസ്റ്റ് മീ, HRകൾക്കുള്ള സൈഡും പറയാൻ സംസാരിക്കണം, അതുപോലെ തന്നെ സ്റ്റുഡൻസിന്റെ സൈഡിൽ നിന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് HR-മാരെ കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ള കുറെ സെറ്റ് ഓഫ് സംഭവങ്ങളും എക്സ്പ്ലോർ ചെയ്യും. സോ വെൽക്കം ടു ദ പോഡ്കാസ്റ്റ്. താങ്ക് യു സോ മച്ച്. സോ നമുക്ക് HR-ന്റെ റോളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒരുപാട് ആൾക്കാർ ഹേറ്റോട് കൂടി കാണുന്ന ഒരു റോളാണ്. ഞാൻ അതിനെ കംപ്ലീറ്റ്ലി കുറ്റം പറയില്ല. ഞാനും ഒരു സൈഡ് ഓഫ് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് HR-മാർ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം ഞാൻ നല്ല കുറച്ച് HR-മാരെയും കണ്ടിട്ടുണ്ട്. ഇതിൽ സെക്കൻഡ് കാറ്റഗറിയിലുള്ള ഒരാളാണ് നീ, അതുകൊണ്ടാണ് നിന്നെ തന്നെ പോഡ്കാസ്റ്റിൽ കൊണ്ടുവന്നത്. അപ്പോ നമുക്ക് ഒരു HR-ന്റെ റോൾ എന്താണ്, അല്ലെങ്കിൽ ഒരു കമ്പനി ആസ് എൻ HR റിക്രൂട്ടർ എന്ന് പറയുന്ന പെർസ്പെക്റ്റീവിന് അപ്പുറത്തേക്ക് എന്താണ് ഒരു HR-ന്റെ റോൾ എന്നുള്ളത് അറിയാൻ ഞാൻ ഇൻട്രസ്റ്റഡ് ആണ്. ഓക്കെ, സോ എല്ലാവരുടെയും ഒരു വിചാരം നമ്മൾ HR എന്ന് പറയുമ്പോൾ ഹയറിംഗ് ഇസ് ദ ഓൺലി തിങ് ദേ ആർ ഡൂയിങ് ആൻഡ് ഓൾസോ ദ രംഗോളി തിങ്സ് നമ്മൾ എപ്പോഴും കാണാനുള്ള മീംസ് ആണ്. പക്ഷെ ഇതിനെല്ലാം അപ്പുറത്തേക്ക് HR-ന് ഒരു സെറ്റ് ഓഫ് ഡ്യൂട്ടീസ് ഉണ്ട്. ഓക്കെ, ഈ ഒരു ഹയറിംഗിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്ന അല്ല ഒരു HR എന്ന് വെച്ചാൽ. ഹയറിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഇഫ് നീഡഡ് ഫയറിംഗ് ഉണ്ട്. ഓക്കെ, ആൻഡ് ഓൾസോ എംപ്ലോയി റിട്ടൻഷൻ പ്രോഗ്രാംസ് എന്ന് പറയുന്ന ഒരുപാട് പ്രോഗ്രാംസ് നമ്മൾ ചെയ്യാറുണ്ട്. റിട്ടൻഷൻ എന്ന് വെച്ചാൽ നമ്മൾ കമ്പനിയിൽ സ്റ്റേബിൾ ആയിട്ട് ഒരു എംപ്ലോയിനെ എടുത്താൽ നമ്മൾ പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ടല്ലല്ലോ എടുക്കുന്നത്. നമ്മളൊരു ലോങ് ടേം വാല്യൂ കണ്ടിട്ടായിരിക്കും ഒരു എംപ്ലോയിനെ ഒരു ഓർഗനൈസേഷൻ എപ്പോഴും ഹയർ ചെയ്യുക. അപ്പം അവർ ആ കമ്പനിയിൽ നിൽക്കണമെങ്കിൽ നമ്മളൊരു മിനിമം സെറ്റ് ഓഫ് കാര്യങ്ങൾ ചെയ്യണം. ലൈക്ക് ഇപ്പൊ സ്റ്റോക്സ് കൊടുക്കുന്നതായിരിക്കും, സാലറി ഇൻക്രിമെന്റ് കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ എന്തൊക്കെ ചെയ്താലാണ് ഒരു എംപ്ലോയിനെ നമുക്ക് ലോങ് ടേമിലേക്ക് ഒരു കമ്പനിയിൽ നിർത്താം. ഈ ഒരു കാര്യം ഇസ് വൺ ഓഫ് ദി ഡ്യൂട്ടി ഓഫ് HR. ആൻഡ് ഓൾസോ ഇപ്പം വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഇവരുടെ വെൽബീങ്, എന്തെങ്കിലും ഇവർക്ക് ഡിസ്പ്യൂട്ട്സ് ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ മാനേജർ എംപ്ലോയി തമ്മിൽ ഇപ്പൊ എന്തെങ്കിലും എംപ്ലോയീസ് പറഞ്ഞ ഒരു കാര്യം മാനേജർ അംഗീകരിക്കാത്തതായിരിക്കും, അതിൽ വെച്ചിട്ട് എന്തെങ്കിലും മെന്റൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായതായിരിക്കും. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഇപ്പം കൊളീഗ്സ് തമ്മിലാണല്ലോ ഉണ്ടാവുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. ഇപ്പം ആരൊക്കെ ഇങ്ങനെ സൂയിസൈഡ് ചെയ്തു ബിക്കോസ് ഓഫ് ദ വർക്ക് സ്ട്രെസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഡീൽ ചെയ്യുന്നതും HR-ന്റെ ഒരു ഡ്യൂട്ടിയാണ്. ആൻഡ് ഓൾസോ ദ കമ്മിങ് ടു ദ ലീഗൽ സൈഡ്, എന്തെങ്കിലും ഇപ്പൊ നമ്മൾ ഒരു ആള് ഫയർ ചെയ്താൽ ഉടനെ നമ്മൾ കണ്ടിട്ടുണ്ട് ആ കമ്പനിയുടെ ഡേറ്റ ഫുൾ അങ്ങ് നശിപ്പിച്ച് കളഞ്ഞേക്ക് എന്നൊക്കെ നമ്മൾ ലിങ്ക്ഡിനിലൊക്കെ ഒരുപാട് വായിച്ചു കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ റെഡിറ്റിലൊക്കെ വായിക്കാറുള്ളതാണ്. ന്യൂസ് കണ്ടിട്ടുണ്ട് അല്ലെ, ഈയിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് നമ്മളൊരു ന്യൂസ് കണ്ടു. അപ്പോൾ ഈ ഒരു സംഭവം ഡീൽ ചെയ്യുന്നത്, ഐ മീൻ ഈ ലീഗൽ ഇഷ്യൂസ് വരുന്നത് ഡീൽ ചെയ്യുന്നത് HR-മാർക്ക്. ഇത് നമുക്കൊരു സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ട്. അവര് കുറച്ചും ലീഗലി കാര്യങ്ങൾ പഠിച്ചവരായിരിക്കും HR-ൽ തന്നെ. അപ്പം അങ്ങനെ ഒരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ടാവും. പിന്നെ ഒബ്വിയസ്ലി ഇത് ഇന്റർവ്യൂ സെറ്റ് ആൻഡ് ഓൾസോ ബിസിനസ്സുമായിട്ട് കണക്ട് ചെയ്യുക, അവരുടെ നീഡ് മനസ്സിലാക്കുക, എന്നിട്ട് റൈറ്റ് സെറ്റ് ഓഫ് പീപ്പിളിനെ അപ്രോച്ച് ചെയ്യുക, അവരെ ഹയർ ചെയ്യുക. ഹയർ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ഇന്റർവ്യൂ മാത്രമല്ല, ഇതിനകത്ത് സോഴ്സിങ് വരുന്നുണ്ട്. അതായത് നമുക്ക് റൈറ്റ് സെറ്റ് ഓഫ് ആൾക്കാരെ നമ്മൾ കണ്ടുപിടിക്കണം, എങ്കിൽ മാത്രമേ വരത്തുള്ളൂ. ഓൾവേസ് നമുക്ക് ആപ്ലിക്കേഷൻസ് ഇങ്ങനെ കമ്പനി പോർട്ടലിൽ വരണമെന്നില്ല.
നമ്മൾ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഡിഫറെന്റ് സെറ്റ് ഓഫ് സോഴ്സസ് നമുക്ക് പിന്നീട് വരുമ്പോൾ സംസാരിക്കാം. ഡിഫറെന്റ് പ്ലാറ്റ്ഫോംസിൽ നമ്മൾ പോകുന്നുണ്ടാവും, അവരെ തപ്പിപ്പിടിക്കുന്നുണ്ടാവും, പിന്നെ ഇന്റർവ്യൂസ് ഷെഡ്യൂൾ ചെയ്യുന്നുണ്ടാവും, അവരോട് സംസാരിക്കുന്നുണ്ടാവും, ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. ആൻഡ് ഓൾസോ ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ കോമ്പൻസേഷൻ സ്ട്രക്ചർ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ചിലപ്പം ഓക്കെ അല്ലായിരിക്കും, സോ നെഗോഷിയേറ്റ് ചെയ്യും. ഇപ്പം അവർക്കപ്പം ഫിക്സഡ് കോമ്പ് അത്രയും പോരാ, കുറച്ചും കൂടെ കൂട്ടി വേണം എന്നൊക്കെ പറയുമ്പോൾ ഇഫ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ബിസിനസ്സുമായിട്ട് അപ്രൂവൽ എടുക്കുക, കോമ്പൻസേഷൻ ടീമുമായിട്ട് അപ്രൂവൽ എടുക്കുക, ഇങ്ങനെ ലീവ് മാനേജ്മെന്റ്, ഇങ്ങനെ കുറെ കാര്യങ്ങളാണ് HR-ന്റെ ഒരു എക്സ്ട്രാ ഡ്യൂട്ടീസ് ആയിട്ട് വരുന്നത്. എക്സ്ട്രാ ഡ്യൂട്ടീസ് അല്ല, കോർ ഡ്യൂട്ടി ഉള്ളി. ഞാൻ പറയായിരുന്നു റിക്രൂട്ട്മെന്റ് അപ്പുറത്തേക്ക് കുറച്ചുള്ള ഡ്യൂട്ടീസ് ഇതൊക്കെയാണ്. ഓക്കെ, ഈ പറഞ്ഞ സാധനങ്ങളിൽ തന്നെ എനിക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതില് ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്, എപ്പോഴും ഞാൻ സംസാരിക്കുമ്പോൾ കേൾക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഞാൻ ഇതുവരെ അങ്ങോട്ട് അപ്ലൈ ചെയ്ത ഒരു ജോലിക്ക് ഇതുവരെ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ HR-മാരുമായിട്ട് ഞാൻ ഇതുവരെ ഡീൽ ചെയ്തിട്ടുമില്ല. അപ്പം ഞാൻ വളരെ ക്യൂരിയസ് ആണ് കുറെ കാര്യങ്ങളിൽ. സോ ചില സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് പലരും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ സാലറി അല്ലെങ്കിൽ കോമ്പൻസേഷൻ ചോദിക്കുമ്പോഴത്തേക്കും ഒരു റേഞ്ച് ആണ് പറയുന്നുണ്ടാവുക. സോ എങ്ങനെയാണ് ഒരു പെർട്ടിക്കുലർ റോളിന്റെ സാലറി റേഞ്ച് മാത്രമല്ല, അതിന് അസോസിയേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് സെറ്റ് ഓഫ് ബെനിഫിറ്റ്സും സംഭവങ്ങളും ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ സ്റ്റാർട്ടപ്സ് ഫോർ എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, ആമസോണിനും ഉണ്ടില്ല എന്നല്ല, ബട്ട് സ്റ്റാർട്ടപ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ സ്ഥലങ്ങളിൽ നോക്കുമ്പോഴത്തേക്കും സാലറിക്ക് അപ്പുറത്തേക്ക് തന്നെ വേറെ കുറെ ബെനിഫിറ്റ്സ് വരും ഫോർ എൻ എംപ്ലോയി. അത് ചിലപ്പോൾ ESOPs ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻഷുറൻസ് ആയിരിക്കാം, പിന്നെ ഇപ്പോൾ മന്ത്ലി സ്റ്റൈഫൻഡ് പോലത്തുള്ള ബെനിഫിറ്റ്സ് ആയിരിക്കാം, ചിലപ്പോൾ വർക്ക് സെറ്റപ്പിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഫിറ്റ്നസ് വെൽ ബീയിങ്ങിന് വേണ്ടിയിട്ട്, അങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പോൾ ഈ ഡിസിഷൻസ് ഒക്കെ എങ്ങനെയാണ് എടുക്കുന്നത്? ഇതിന്റെ പിന്നിലൊരു തോട്ട് പ്രോസസ് എന്താണ്? അതായത് എങ്ങനെയായിരിക്കും ഒരു പെർട്ടിക്കുലർ റോളിന്റെ സാലറി എസ്റ്റിമേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇന്നൊരു റോൾ ഓപ്പണിംഗ് വന്നു കഴിഞ്ഞാൽ ഇത്ര ആയിരിക്കാം അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സാലറി, എന്തൊക്കെ ബെനിഫിറ്റ്സ് കൊടുക്കാം, ഈ ഡിസിഷൻ എടുക്കുന്നത് എങ്ങനെയാണ്? ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റ് പേഴ്സണിൽ തുടങ്ങാം. നമ്മൾ എങ്ങനെയാണ് ഒരു സാലറി ഡിസൈഡ് ചെയ്യുക എന്നുള്ള കാര്യം. ഇപ്പം ലാർജ് ഹ്യൂജ് കമ്പനീസിന്റെ കാര്യം, ഇപ്പം MNCs ലൈക്ക് TCS, ആമസോൺ, അല്ലെങ്കിൽ ഫാൻ കമ്പനീസ് ലൈക്ക് ആമസോൺ, ഗൂഗിൾ ഒക്കെ പറയുവാണെങ്കിൽ ഓൾറെഡി എല്ലാം ഫിക്സ്ഡ് ആയിരിക്കും. അതായത് ഈ ഒരു റേഞ്ച് ആയിരിക്കും നമുക്ക് കൊടുക്കാൻ പറ്റുക ഇന്ന ഒരു പെർട്ടിക്കുലർ ജോബിന് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓൾറെഡി ഒരു റേഞ്ച് ആയിരിക്കും തരിക. അതിന്റെ അകത്ത് ഫിക്സഡ് CTC എന്ന് പറയുന്ന, ഫിക്സഡ് CTC അല്ല, ഫിക്സഡ് കോമ്പൻസേഷൻ എന്ന് പറയുന്ന ഒരു എമൗണ്ടും കാണും. അതുപോലെ തന്നെ ടോട്ടൽ കോമ്പൻസേഷൻ എന്ന് പറയുന്ന ഒരു എമൗണ്ടും കാണും. ഇപ്പൊ കമ്മിങ് ടു ദ സ്റ്റാർട്ടപ്പ് സ്പേസ്, അവർക്ക് നോർമലി കണ്ടിരിക്കുന്നത് എങ്ങനെയാണ്, സെപ്പറേറ്റ് അവർക്ക് ഒരു റേഞ്ച് ഒന്നും കാണത്തില്ല. സ്കില്ലിനനുസരിച്ചായിരിക്കും അവർ പേ ചെയ്യുക. ഇപ്പം എന്റെ കറന്റ് സാലറി 20 lakh ആണെങ്കിൽ ഇപ്പം എനിക്ക് വേണ്ടത് ഒരു 30 lakh ആണ്. സ്റ്റാർട്ടപ്സിന് ചിലപ്പം ഒരു 24 ഒക്കെ ആയിരിക്കും അവർ ചിലപ്പോൾ മിനിമം പറയുന്നത്. പക്ഷെ എനിക്കൊരു 30 വേണം എന്ന് ഞാൻ പറഞ്ഞാൽ എനിക്ക് ആ സ്കിൽ ഉണ്ടെങ്കിൽ അവർക്ക് അതിനനുസരിച്ച് വേരി ചെയ്യാനുള്ള ഒരു സ്കോപ്പ് അവിടെ ഉണ്ട്. പക്ഷെ ഒരു കോർപ്പറേറ്റ് കമ്പനി എന്ന് പറയുമ്പോൾ ആ ഒരു സ്കോപ്പ് ടോട്ടലി കാണത്തില്ല. കാരണം എന്താന്ന് വെച്ചാല് കോമ്പൻസേഷൻ ടീം എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ടീം എല്ലാ കോർപ്പറേറ്റ് കമ്പനീസിലും കാണും. അപ്പൊ ഈ ടീം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ഡിഫറെന്റ് കോർപ്പറേറ്റ് കമ്പനി, ഇപ്പൊ TCS ആണെങ്കിലും കോമ്പറ്റീറ്റേഴ്സ് ഉള്ള ഇൻഫോസിസ്, വിപ്രോ ഇതുപോലത്തെ കമ്പനീസിലെല്ലാം ഈ ഒരു സെയിം റോളിന് എന്താണ് കോമ്പൻസേഷൻ കൊടുക്കുന്നതെന്ന് നോക്കും. എന്നിട്ട് ഒരു കോമ്പറ്റേറ്റീവ് പേ ആയിരിക്കും ഇവർ ഡിസൈഡ് ചെയ്യുക. അതായത് ഇന്ന റേഞ്ച് മുതൽ ഇന്ന റേഞ്ച് വരെയാണ് മാർക്കറ്റ് സ്റ്റാൻഡേർഡ്, നമ്മൾ ഇന്ന റേഞ്ച് മുതൽ ഇന്ന റേഞ്ച് വരെ ആയിരിക്കും കൊടുക്കുക. ഇങ്ങനെ പറഞ്ഞിട്ടാണ് കോർപ്പറേറ്റ്സിൽ വരിക. സ്റ്റാർട്ടപ്സിന്റെ കേസിൽ ഇങ്ങനെയല്ല, അവർക്കൊരു ബേസിക് റേഞ്ച് നോർമലി കാണാറില്ല. ഉള്ള സ്റ്റാർട്ടപ്സ് കാണും, പക്ഷെ നോർമലി അവർക്ക് അങ്ങനെ കാണാറില്ല. അപ്പൊ അങ്ങനെയാണ് റേഞ്ച് തീരുമാനിക്കുന്നത് യൂഷ്വലി. ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഈ പറഞ്ഞ എക്സ്റ്റേണൽ ബെനിഫിറ്റ്സും സാധനങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോഴാണ്, ഈ ESOPs എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്സിലും ഞാൻ കണ്ടിട്ടുണ്ട്, അറ്റ് ദ സെയിം ടൈം കോർപ്പറേറ്റ്സ്, ഇപ്പോൾ ഗൂഗിൾ ആണെങ്കിലും ആമസോൺ ആണെങ്കിലും ഉണ്ടാകാറുണ്ട്. ഈ ESOPsനെ കുറിച്ചിട്ട് കുറെ ആൾക്കാർക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളത് അറിയില്ല, ഫോർ എ ലോട്ട് ഓഫ് പീപ്പിൾ. എന്താണ് ESOPs, അതുപോലെ തന്നെ അതെങ്ങനെയാണ് ഒരു എംപ്ലോയിക്ക് ബെനിഫിഷ്യൽ ആവുന്നത് എന്നുള്ളത്, അതിനെ കോംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് തന്നെ എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ഞാൻ കഴിഞ്ഞിട്ട് പറയാം. ഇറ്റ്സ് ബേസിക്കലി CTC വേഴ്സസ് ഇൻ ഹാൻഡ്. ആ സമയത്ത് ഞാൻ സംസാരിക്കാം. സോ ESOP എന്ന് വെച്ചാൽ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ എന്നാണ്. ഇതിന്റെ അകത്ത് നമുക്ക് സ്റ്റോക്സ് ആയിരിക്കും ഒരു കമ്പനി എംപ്ലോയീസിന് കൊടുക്കുന്നുണ്ടാവുക, അലോങ് വിത്ത് ഫിക്സഡ് കോമ്പൻസേഷൻ. ഓക്കെ, ഫിക്സഡ് കോമ്പൻസേഷൻ ഇപ്പോൾ ഒരു 20 lakhs ആണ് കൊടുക്കുന്നതെങ്കിൽ ഇതിന്റെ കൂടെ ഒരു 10 lakh അവര് സ്റ്റോക്സ് ആയിരിക്കും കൊടുക്കുന്നത്. അതായത് ഈ കമ്പനിയുടെ ഒരു ഷെയർ ആയിരിക്കും അവർക്ക് വേണ്ടി കൊടുക്കുന്നത്. അപ്പൊ അത് എന്തിനാണ് അങ്ങനെ കൊടുക്കുന്നതെന്ന് വെച്ചാല് എംപ്ലോയിക്ക് ഒരു ലോയലിറ്റി ടുവേർഡ്സ് എ കമ്പനി വരണം. ഇത് എന്റെ കമ്പനിയാണ്, ഞാൻ വർക്ക് ചെയ്യുന്നത്
എന്റെ കമ്പനിയുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ്. സ്റ്റോക്സിന്റെ വാല്യൂ ഉയർന്നാലല്ലേ അവർക്കും ഒരു കാര്യമുള്ളൂ, ബിക്കോസ് അവർക്ക് സ്റ്റോക്സ് കൊടുക്കുന്നത് കൊണ്ട്. അപ്പൊ നമുക്കൊരു ഫീലിംഗ് വരും, എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്റെ ഒരു ഇൻപുട്ട് അവിടെ ഉണ്ട്, എനിക്കൊരു ഷെയർ ഉണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് വരും. അതാണ് ബേസിക്കലി എന്റെ ഒരു കൺസെപ്റ്റിൽ വൺ ഓഫ് ദി തിങ് ഈ ഒരു സാധനം സ്റ്റോക്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. സ്റ്റാർട്ടപ്സിൽ പറഞ്ഞാൽ ഒരു ഹ്യൂജ് ബെനിഫിറ്റ് ആണ്. കാരണം നമ്മുടെ ലെവൽസ് ഹൈ ആവും തോറും നമുക്ക് സ്റ്റാർട്ടപ്സിൽ ഒരുപാട് സ്റ്റോക്സ് കിട്ടാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഈവൻ ദോ കോർപ്പറേറ്റിൽ ഒരു ഫിക്സഡ് എമൗണ്ട് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഒരു കുഞ്ഞു ഷെയർ ആയിരിക്കും നമുക്ക് കോർപ്പറേറ്റിൽ കിട്ടുന്നത്. പക്ഷെ അങ്ങനെ ആയിരിക്കത്തില്ല. സ്റ്റാർട്ടപ്സിന്റെ കേസിൽ ഒരു 5% എന്ന് പറഞ്ഞാലും അവിടെ ചിലപ്പോൾ ഒരു 15 ആൾക്കാരെ ഉണ്ടാവത്തുള്ളൂ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും യൂഷ്വലി സ്റ്റോക്സ് ആയിട്ട് കിട്ടുക. അങ്ങനെ ഒരു യൂസ് കേസ് ഉണ്ട് അതിന്. ഈ CTC വേഴ്സസ് ഇൻഹാൻസ് സാലറി എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. ഞാനത് പറയുന്നതിന്റെ റീസണിങ് ഇപ്പോൾ എൻ്റെ വൺ ഓഫ് ദി ജൂനിയേഴ്സ്, കോളേജിലുള്ള ഒരു ജൂനിയറിനെ ഞാൻ ഈ ഇടയ്ക്ക് കണ്ടപ്പോഴത്തേക്കും ആ പുള്ളി എന്നോട് പറഞ്ഞത് അവന്റെ CTC എന്ന് പറയുന്നത് 2.8 LPA ആണ്. CTC is 2.8 LPA. അത് വളരെ കുറഞ്ഞ ഒരു കോമ്പൻസേഷൻ ആണ് ഫോർ എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ റോൾ. ആൻഡ് അതിന്റെ ഇൻഹാൻഡ് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഞെട്ടിപ്പോയി. ആൻഡ് ഇൻഹാൻഡ് ഇസ് ലെസ് ദാൻ 15K per month. ഇവിടെ there are interns who make much money than that, and it is not because ആ പേഴ്സണിന് സ്കിൽ ഇല്ലാത്തത് കൊണ്ടല്ല. ആ പുള്ളി ഓൺ ക്യാമ്പസ് ഹയറിംഗിന് ഇരുന്നു ആൻഡ് ഹി സൈൻഡ് എ ബോണ്ട്, ഒരു 1 year ബോണ്ട് കൊണ്ട്. അപ്പൊ പുള്ളിക്കാരന് ഇറങ്ങാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിപ്പോയി. അപ്പൊ ഈ CTC വേഴ്സസ് ഇൻഹാൻഡ് എന്ന് പറയുന്ന പലർക്കും, എസ്പെഷ്യലി ഫ്രഷേഴ്സ്, ഏർലി കരിയറിലുള്ള ആൾക്കാർക്ക് അറിയാം. വൺസ് ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞ ആൾക്കാർക്ക് അറിയാം. കോളേജ് സ്റ്റുഡൻസിന് അധികം ഐഡിയ കാണില്ല. അതുപോലെ തന്നെ ഇപ്പൊ ചില ആൾക്കാർ മറ്റേ ഹ്യൂജ് LPA പാക്കേജ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 40 LPA ഇൻ അറ്റ്ലാഷിയൻ അല്ലെങ്കിൽ അതുപോലുള്ള കമ്പനികൾ പറയുമ്പോഴത്തേക്കും അവരുടെ സാലറി റേഞ്ച് എന്ന് പറയുന്നത് ആക്ച്വലി എത്രയാണെന്നുള്ളത് നമുക്കറിയാം. മറ്റത് മൊത്തം സ്റ്റോക്സ് ആണ്. ഈ പറഞ്ഞ ESOPs പോലെ സ്റ്റോക്ക് വെസ്റ്റഡ് ഓവർ 4 years അല്ലെങ്കിൽ ആ ഒരു റേഞ്ച് ആയിരിക്കും. സോ ഈ CTC വേഴ്സസ് ഇൻഹാൻഡും അതുപോലെ തന്നെ ഒരു എങ്ങനെയാണ് ശരിക്കും അതൊന്ന് അനലൈസ് ചെയ്യേണ്ടത് എന്നുള്ളത് കൂടി ഒന്ന് പറയാമോ ഫോർ എ സ്റ്റുഡന്റ്? CTC എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ ഇതാണ് നിങ്ങളുടെ ഓഫർ ലെറ്റർ എന്നുണ്ടെങ്കിൽ ഇതിന്റെ ബ്രേക്ക് ഡൗൺ അവർക്ക് ചോദിക്കാൻ പറ്റുമോ? കാരണം ചില കമ്പനീസ്, എസ്പെഷ്യലി ഞാൻ ഈ ഓൺ ക്യാമ്പസ് ഹയറിംഗ്, ഞാൻ ആരും ത്രാഷ് ചെയ്യുന്നതല്ല, പക്ഷെ ഒരുപാട് കേസസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഓൺ ക്യാമ്പസ് ഹയറിംഗ് വരുമ്പോഴത്തേക്ക് ഒരു സിംഗിൾ മെയിലിൽ ഓക്കെ നിങ്ങൾ ഇന്ന റോളിലേക്ക് ഇത് ചെയ്തിട്ടുണ്ട്, ഇതാണ് നിങ്ങളുടെ CTC എന്ന് പറഞ്ഞിട്ട് യാതൊരു വിധ ബ്രേക്ക് ഡൗണോ സംഭവങ്ങളോ ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ എങ്ങനെ ആൾക്കാർക്ക് ഇത് ചോദിക്കാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ അത് ബ്രേക്ക് ഡൗൺ ചെയ്യണം? സോ CTC എന്ന് പറയുമ്പോൾ കോസ്റ്റ് ടു കമ്പനി എന്നാണ് അതിന്റെ ഒരു ഫുൾ നെയിം അല്ലെ ഫുൾ ഫോം എന്ന് വെച്ചാൽ. ദാറ്റ് മീൻസ് ഇതിന്റെ അകത്ത് കുറച്ചേറെ കമ്പോണൻസ് ആയിരിക്കും ഉണ്ടാവുക. ഇതിന്റെ അകത്ത് ഫിക്സഡ് കമ്പോണൻസ് ആയിട്ട് ബേസിക് സാലറി എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ടാവും. അതായത് നമ്മുടെ എല്ലാവരുടെയും പേ സ്ലിപ്പിന്റെ ഏറ്റവും ആദ്യത്തെ ലൈൻ എന്ന് പറയുന്നത് ഈ ബേസിക് സാലറി ആയിരിക്കും. അലോങ് വിത്ത് ദാറ്റ് അതാണ് നമുക്ക് എന്തൊക്കെ വന്നാലും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും, ഒരു മാസത്തിന് അവസാനം വരും എന്ന് നമുക്ക് ഏറ്റവും ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു സാധനം ഈ ബേസിക് സാലറി എന്നുള്ള സാധനം മാത്രമാണ്. ബാക്കി എന്ന് പറയുന്നത് സ്റ്റോക്സ് ആയിരിക്കും. ചില കമ്പനിയിൽ സ്റ്റോക്സ് കൊടുക്കുന്നുണ്ടാവും. അപ്പൊ CTC ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ 2 കമ്പോണൻസ് കൊണ്ടാണ്, വേരിയബിൾസും ഈ ബേസിക് സാലറിയും കൊണ്ടിട്ടാണ്. ബേസിക് സാലറി നമ്മൾ ഉറപ്പായിട്ട് ചോദിക്കണം. ഒരാൾ CTC എനിക്ക് 2.75 ആ LPA എന്ന് പറഞ്ഞാല് അതാണ് ഡിവൈഡഡ് ബൈ 12. അതാണ് യൂഷ്വലി എല്ലാവരും ചെയ്യുന്നത്. എനിക്ക് കിട്ടുന്ന മന്ത്ലി സാലറി അതായിരിക്കും എന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷെ ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. എല്ലാ കമ്പനിയിലും അല്ല. ഇപ്പം വേരിയബിൾ പേ ഉള്ള ഒരുപാട് കമ്പനീസ് ഉണ്ട്. അപ്പം അവർ യൂസ് ചെയ്യുന്ന ഒരു ട്രിക്കി ടേമാണ്, എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ട്രിക്കി ടേമാണ് CTC എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരോട് ചോദിക്കുക എന്താണ് ഫിക്സഡ് കോമ്പൻസേഷൻ അല്ലെ ബേസിക് സാലറി എന്താണെന്നുള്ള കാര്യം ചോദിക്കാം. അല്ലെങ്കിൽ യു ക്യാൻ ഓൾവേസ് ആസ്ക് ഇൻഹാൻഡ് സാലറി എത്രയാ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവർ ക്ലിയർ ആയിട്ട് പറയും നിങ്ങളുടെ ഇൻഹാൻഡ് സാലറി മച്ച് ലെസർ ദാൻ ദിസ്. ഓക്കെ, ഇപ്പൊ 10 lakh ആണെന്നുണ്ടെങ്കിൽ ഒരു 8 lakh 7 lakh ആയിരിക്കും നമ്മുടെ ഇൻഹാൻഡ് സാലറി എന്ന് പറയുന്നത്. ദാറ്റ് ഡിവൈഡഡ് ബൈ 12 ആണ് നിങ്ങൾക്ക് ഒരു മാസം നിങ്ങളുടെ അക്കൗണ്ടിൽ കിട്ടും എന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന എമൗണ്ട്. ബാക്കി സ്റ്റോക്സിന്റെ കാര്യമാണെങ്കിൽ ഇപ്പൊ ഒരു വർഷം അവസാനം ആകുമ്പോൾ നിങ്ങൾക്ക് സ്റ്റോക്സ് മൊത്തം വെസ്റ്റ് ചെയ്ത് കിട്ടും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എല്ലാ കമ്പനീസിന്റെയും പോളിസി അതായിരിക്കത്തില്ല. എംപ്ലോയീസിന്റെ റിട്ടൻഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പം സ്റ്റോക്സ് 4 yearsലോ 5 yearsലോ ഒക്കെ ആയിട്ടായിരിക്കും വെസ്റ്റ് ചെയ്ത് വരുന്നുണ്ടാവുക. അപ്പൊ ആദ്യത്തെ ഒരു ഇയറിൽ നമ്മൾ ചിലപ്പം ഒരു 20% ആയിരിക്കും എംപ്ലോയിക്ക് കൊടുക്കുക. അതായത് നമുക്കൊരു 10 lakhsന്റെ സ്റ്റോക്ക് ആണ് ഉള്ളതെങ്കിൽ ചിലപ്പോൾ ഒരു 2 lakh ആയിരിക്കും ഫസ്റ്റ് ഇയറിൽ നമുക്ക് വെസ്റ്റ് ചെയ്യാൻ പറ്റുക.
നെക്സ്റ്റ് ഇയറിലും നമുക്ക് ഇതുപോലെ നെക്സ്റ്റ് ഇയറിന്റെ എൻഡ് ആകുമ്പോൾ നമുക്ക് ക്യാഷ് ആയിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത് നെക്സ്റ്റ് ഇയറിൽ ഒരു 2 lakhs ആയിരിക്കും. ബാക്കി ഉള്ള എമൗണ്ട് ചിലപ്പോൾ അവരൊരു 50-50 എന്നുള്ള ടേംസിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും ബാക്കി 2 വർഷത്തേക്ക്. അപ്പൊ അതിനെന്താ സംഭവിച്ചതെന്ന് വെച്ചാല് നമ്മുടെ CTC ഫുള്ളായിട്ട് നമുക്ക് കിട്ടിയില്ല. അറ്റ് ദ സെയിം ടൈം കമ്പനി നമ്മളെ റിട്ടൻഷൻ ചെയ്തു 4 വർഷത്തേക്ക്. കാരണം നമ്മൾ ആ 4 വർഷം നിൽക്കും നമുക്ക് ആ സ്റ്റോക്സ് മൊത്തം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഇതൊരു ട്രിക്കി സാധനമാണ്. കമ്പനീസിന് നമ്മൾ റിട്ടൻഷൻ കൂട്ടാൻ വേണ്ടിയിട്ടും നമ്മളെ അവിടെ ആകർഷിച്ച് നമ്മളെ അവിടെ നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കി സാധനമാണ് ഈ ഒരു സ്റ്റോക്സ് എന്ന് പറയുന്നത്. അലോങ് വിത്ത് ദിസ് നമുക്ക് സൈൻ ഓൺ ബോണസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും. അതായത് നമ്മൾ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യുന്ന ദിവസം നമുക്ക് തരുന്നതാണ്. ചിലപ്പം ചിലത് ഇപ്പൊ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും. 6 months ഞങ്ങൾ ഇത്ര തരും, 6 months ഞങ്ങൾ ഇത്ര തരും, അങ്ങനെയൊക്കെ ആയിരിക്കും സൈൻ ഓൺ ബോണസ് വരിക. കൂടുതലും ഈ ഓഫ് ക്യാമ്പസ് ഹയറിങ്ങിനാണ് സൈൻ ഓൺ ബോണസ് കണ്ടിട്ടുള്ളത്. എന്താണ് ക്യാമ്പസ് ഹയർസിന് അത്രയും സൈൻ ഓൺ ബോണസ് കൊടുത്ത് ഞാൻ കണ്ടിട്ടില്ല. കൊടുക്കുന്ന കമ്പനീസ് ഉണ്ടാവും. സൈൻ ഓൺ ബോണസ് നമുക്ക് ഒന്നിൽ ഒരു ലംസം പേയ്മെന്റ് ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ 6 months ഡിവൈഡ് ചെയ്ത് കിട്ടും. മേ ബി ചില കമ്പനീസ് 12 monthsലേക്ക് അത് ഡിവൈഡ് ചെയ്ത്, ഇപ്പൊ ഒരു 2 lakhs ആണ് സൈൻ ഓൺ ബോണസ് എന്നുണ്ടെങ്കിൽ അത് ഡിവൈഡ് ബൈ 12 ചെയ്ത് ഓരോ മാസവും ഇത്ര സൈൻ ഓൺ ബോണസ് കൊടുക്കും. അതുപോലെ തന്നെ വേറൊരു പാക്കേജിന്റെ ഭാഗമായിട്ടുള്ള ഒരു സംഭവമാണ് റീലൊക്കേഷൻ അലവൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളെല്ലാരും കേരളത്തിലുള്ളവരാണ്. സോ നമുക്കിപ്പോ കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിലാണ് നമ്മുടെ ജോലിയെങ്കിൽ കമ്പനീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മളെ ഫുള്ളി റീലൊക്കേറ്റ് ചെയ്യാണല്ലോ വേറൊരു പ്ലേസിലേക്ക്. അപ്പൊ നമ്മുടെ ആ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തരുന്നതാണ് റീലൊക്കേഷൻ അലവൻസ്. അത് നമുക്ക് ലംസം എമൗണ്ട് ആയിട്ടായിരിക്കും നമ്മൾ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കിട്ടുന്നത്. മേ ബി അതിന് 2 ways കാണും. അതായത് ഇപ്പൊ കമ്പനി റീലൊക്കേറ്റ് ചെയ്യുന്നത് കാണും, അതുപോലെ തന്നെ നമുക്ക് ലംസം എമൗണ്ട് തന്നിട്ട് നമുക്കായിട്ട് റീലൊക്കേറ്റ് ചെയ്യാം, നമുക്ക് എല്ലാ എക്സ്പെൻസും എടുക്കാം. അതൊരു 1.5 ഒക്കെയാണ് യൂഷ്വലി കൊടുത്ത് കണ്ടിട്ടുള്ളത്. 75,000 തൊട്ട് 1.5 വരെയൊക്കെ കൊടുക്കാറുണ്ട് കമ്പനീസ്. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. കമ്പനിയുടെ ഒരു കേസിലാണ് നമ്മൾ പോകുന്നത്. കമ്പനി റീലൊക്കേഷൻ ആണെങ്കിൽ കമ്പനി ആയിരിക്കും നമ്മുടെ ഫുൾ കാര്യങ്ങൾ നോക്കുന്നത്. അലോങ് വിത്ത് ദാറ്റ് പേഴ്സൺ ഒരു 2 പേരോ 3 പേരോ ആ ഒരു ഫാമിലിക്ക് റീലൊക്കേറ്റ് ചെയ്യാനുള്ള എക്സ്പെൻസ് ആയിരിക്കും എടുക്കുന്നത്. ആൻഡ് ഓൾസോ നമ്മുടെ കയ്യിൽ തരുവാണെങ്കിൽ ഒരു ലംസം എമൗണ്ട് നമ്മുടെ കയ്യിൽ തരും. ഇങ്ങനെ ഇത്രയൊക്കെ കമ്പോണൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഒരു സാലറി എന്ന് പറയുന്നത്. അപ്പൊ CTC എന്ന് പറയുന്നത് ഇസ് നോട്ട് ഡിവൈഡഡ് ബൈ 12. അതല്ല നമുക്ക് കിട്ടുന്ന സാലറി. ഇതിന്റെ അകത്ത് ഈ കമ്പോണൻസ് എല്ലാം കഴിഞ്ഞിട്ട് ഇൻഹാൻസ് സാലറി ഡിവൈഡഡ് ബൈ 12 ആണ് നമുക്ക് കിട്ടുന്നത്. സോ എപ്പോഴും നിങ്ങൾ ഒരു ജോബ് ഓഫർ കാണുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങളെ വിളിച്ചിട്ട് ആ ജോബ് ഓഫർ ഇൻഫോം ചെയ്യുന്ന ആളോട് നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യമാണ് എന്റെ ഇൻഹാൻസ് സാലറി എത്രയാ, എന്റെ CTC എത്രയാന്ന് നിങ്ങൾ ചോദിക്കേണ്ട, എന്റെ ഇൻഹാൻസ് സാലറി എത്രയാ. ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പൊ എല്ലാ കമ്പനീസും കേട്ടോ, ഈവൻ ഞാനാണെങ്കിലും നമ്മൾ ഒരാളെ വിളിക്കുമ്പോൾ കറന്റ് CTC എത്രയാ ചോദിക്കും. അപ്പൊ അവർ പറയും 9 lakh. എക്സ്പെക്ടഡ് CTC എത്രയാ? ചിലപ്പോൾ പറയും 40 lakh 50 lakh അങ്ങനത്തെ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയാം, ഇപ്പൊ 15 lakh എന്ന് പറഞ്ഞാല് യൂഷ്വലി ആദ്യമൊക്കെ കയറിയപ്പം എനിക്കും അത് ഓക്കെ ആയിരുന്നു. ഓക്കെ, ഞാനും അങ്ങനെ പറയത്തോളായിരുന്നു, 15 lakh CTC ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞേനെ. പക്ഷെ ഇപ്പോഴത്തെ കേസിൽ ഞാൻ ചിലപ്പോൾ അത് പറയത്തില്ല. ഞാൻ പറയും എനിക്ക് 14 lakh ഫിക്സഡ് കോമ്പൻസേഷൻ ആണ് വേണ്ടതെന്ന് പറയും. അപ്പം അത് ശരിക്കും ഒരു ക്ലോസ് മാർക്കാണ്. ശരിക്കും നിങ്ങൾ ഫിക്സഡ് കോമ്പൻസേഷൻ എത്രയാണ് നിങ്ങൾക്ക് വേണ്ടതെന്നേ പറയാവുള്ളൂ. കാരണം നമ്മൾ ഈ 15 lakh പറയുമ്പോൾ അത് ഡിവൈഡ് ബൈ 12 ചെയ്തിട്ട് എനിക്ക് ഇത്ര കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ എപ്പോഴും CTC കൺവേ ചെയ്യാറ്. നമ്മൾ ഫിക്സഡ് സാലറി ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൺവേ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു HR അല്ലെങ്കിൽ ഒരു കമ്പനി നിങ്ങളോട് എത്രയാണ് നിങ്ങളുടെ എക്സ്പെക്ടഡ് സാലറി ചോദിച്ചാൽ ഞാനൊരു 11 lakh ഫിക്സഡ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അകത്ത് വേരിയബിൾസ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, നമ്മുടെ ഒന്നും കട്ട് ആവുന്നില്ല. അപ്പൊ നിങ്ങൾ അങ്ങനെ വേണം എപ്പോഴും ആരുടെയും CTC അല്ല സാലറി എത്ര വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുള്ളൂ. That was very interesting. എനിക്ക് തോന്നുന്നത് കുറെ ആൾക്കാർക്ക്, എസ്പെഷ്യലി കോളേജ് സ്റ്റുഡൻസിന് ഈ ഒരു സ്പെസിഫിക് ടോപ്പിക് ഒത്തിരി ഹെൽപ്ഫുൾ ആവും. ഞാൻ ചോദിക്കാൻ റീസൺ ഈ പറഞ്ഞ പോലെ ഒരു പേഴ്സണൽ അനെക്ഡോട്ട് എൻ്റെ ജൂനിയറിന് നോട്ട് ജസ്റ്റ് ആ ഒരു സിംഗിൾ കേസ് അല്ല, അവരുടേത് വളരെ മോശമായിട്ടുള്ള ഒരു കേസ് ഞാൻ നോട്ടീസ് ചെയ്തതാണ്. സോ ഇനി എനിക്ക് ചോദിക്കാനുള്ളത് സ്പെസിഫിക്കലി ഫോർ കോളേജ് സ്റ്റുഡൻസ് തന്നെ ആയിരിക്കും. റെസ്യൂമെ ആൻഡ് ലിങ്ക്ഡ്ഇൻ, ഹൗ മച്ച് ഇമ്പോർട്ടൻറ്റ് ഇറ്റ് ഇസ് ഫോർ അപ്ലൈയിങ് ടു എ റോൾ അല്ലെങ്കിൽ ഹയറിങ്? ഇപ്പോൾ അല്ലയ ക്യാമ്പസ് ഹയറിങ് അല്ലെങ്കിലും ഫ്രഷേഴ്സിനെ ഹയർ ചെയ്യുന്ന സെഗ്മെന്റിലും ചെയ്തിട്ടുണ്ട്. അതല്ലാണ്ട് അല്ലാത്ത റോളുകളിലേക്കും നോൺ ഫ്രഷർ ആയിട്ടുള്ള റോളുകളിലേക്കും ഉള്ള ഹയറിങ്ങും ഡീൽ ചെയ്തിട്ടുണ്ട്. സോ when it comes to freshers, how much important is your resume and LinkedIn? ഫ്രഷേഴ്സിന്റെ കേസിൽ വരുമ്പോൾ റെസ്യൂമെ എന്ന് പറയുന്നതും ലിങ്ക്ഡിൻ എല്ലാം ഈക്വൽ ഇമ്പോർട്ടന്റ് തന്നെയാണെന്ന് ഞാൻ പറയും. കാരണം
നിങ്ങളിപ്പോ ഒരു കമ്പനി സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് വരിക നിങ്ങളുടെ റെസ്യൂമെ ആണ്. സോ അത് വെച്ചിട്ടായിരിക്കും ബേസിക് ഇനീഷ്യൽ സ്ക്രീനിങ് ഫുള്ള് നടക്കുക. ആൻഡ് ഓൾസോ സം ക്വസ്റ്റ്യൻസും ഉണ്ടാവും. നിങ്ങൾ അത് ഒത്തിരി ശ്രദ്ധിക്കണം. ഒരു കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ 2 years പ്ലസ് എന്താണ് വെബ് ഡിസൈനിങ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇഫ് യു ആർ സേയിങ് ദാറ്റ് നോ ഇൻ ദാറ്റ് ആൻസർ, നിങ്ങൾക്ക് ഡയറക്ട്ലി റിജക്ട് ആയി പോകും. ഓക്കെ, അത് കാരണം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഉണ്ടെങ്കിൽ ആ ഒരു ബേസിക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ ജോലിക്ക് അപ്ലൈ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ കിട്ടത്തില്ല. അങ്ങനെയാണ് യൂഷ്വലി. കാരണം ATS അത് ഓൾറെഡി തന്നെ ഡിക്ലൈൻ ചെയ്തിട്ട് ബാക്കിയുള്ള റെസ്യൂമേഴ്സ് മാത്രമേ നമ്മളെ കാണിക്കൂ. അതിന്ന് തന്നെ നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും എല്ലാവരും കീവേഡ്സ് യൂസ് ചെയ്തിട്ടാണ് എടുക്കുക. അപ്പം എന്തെങ്കിലും കീവേഡ്സ് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും റെസ്യൂമേക്കകത്ത് ആ കീവേഡ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. ചുമ്മാ റാൻഡംലി ഇൻക്ലൂഡ് ചെയ്യല്ല. നിങ്ങൾ ശരിക്കും ആ കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇൻക്ലൂഡ് ചെയ്യാവുള്ളൂ. ഞാൻ ഒരുപാട് റെസ്യൂമേസ് കണ്ടിട്ടുണ്ട് ചുമ്മാ റാൻഡംലി. ഇപ്പം എന്റെ അദ്വൈതിന്റെ റെസ്യൂമെ ഒന്നായിരിക്കും. ഓക്കെ, ഞാനിപ്പോ ഒരേ റോളിന് തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരേ HR തന്നെ ആയിരിക്കും ഈ 2 പേരുടെ റെസ്യൂമെ കാണുന്നത്. ചിലപ്പം എന്റെ ആയിരിക്കും ഫസ്റ്റ് കാണുന്നത്. അപ്പം ഇംപ്രസീവ് എന്നൊക്കെ വെച്ചിട്ട് എടുക്കും. പക്ഷെ അടുത്ത ആളുടെയും കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും ഇത് ഫുൾ കള്ളത്തരാണ്, രണ്ടുപേരോട് കൂടി ആലോചിച്ച് ചെയ്താണ്. ലൈക്ക് അങ്ങനെ മനസ്സിലാവും. ഞാൻ ലിറ്ററലി കണ്ടിട്ടുണ്ട് ഈ കുറച്ച് റെസ്യൂമേസ്. ഒരേ കമ്പനിയിൽ ഒരേപോലെ വർക്ക് ചെയ്തവരായിരിക്കും, അല്ലെങ്കിൽ ഒരേ കോളേജിൽ പഠിച്ചിട്ട് ഇറങ്ങിയവരായിരിക്കും. സെയിം റെസ്യൂമെ, ഒരു വ്യത്യാസവും ഇല്ല. ഓക്കെ, അതുപോലത്തെ റെസ്യൂമേസ് കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ എന്താണോ ചെയ്തിരിക്കുന്നത് ആ ഒരു സാധനം മാത്രമേ നിങ്ങൾ നിങ്ങളുടെ റെസ്യൂമേക്കകത്ത് വെക്കാവുള്ളൂ. ഇതിന്റെ പ്രശ്നം എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാൽ ഒരു ഇന്റർവ്യൂവിന്റെ സമയം വരുമ്പോൾ റെസ്യൂമെ ആയിരിക്കും ആ ഒരു ഇന്റർവ്യൂർക്ക് കൊടുക്കുക. അപ്പം ആളിത് നോക്കിയിട്ട് എന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് അവിടെ നിന്ന് പ്രോപ്പർലി ആൻസർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് ദാറ്റ്സ് എ ഫസ്റ്റ് നെഗറ്റീവ് മാർക്ക്. അതൊരു നെഗറ്റീവ് മാർക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ജോലി കിട്ടില്ല. കാരണം നമ്മൾ എവിടെയാണോ തപ്പിപ്പോകുന്നത് അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാവുന്നത്. നമുക്ക് പ്രോപ്പർ ആയിട്ട് നമ്മൾ എഴുതിയിരിക്കുന്ന സാധനങ്ങൾ നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കണം. അത് നമുക്ക് നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റണം. അപ്പൊ ഇതാണ് റെസ്യൂമയുടെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. നമ്മൾ എഴുതിയിരിക്കുന്ന കാര്യം നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരിക്കുക. ആൻഡ് ഓൾസോ കീവേഡ്സ്. ഇപ്പൊ ഒരു ജോബ് പ്രൊഫൈൽ നമ്മൾ കാണുവാണെങ്കിൽ ആ പ്രൊഫൈലിനകത്ത് എന്തൊക്കെയാണ് കീവേഡ്സ് ഉള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് ഇപ്പോ റെസ്യൂമെ വേർഡ് എന്നൊക്കെ പറയുന്ന കുറച്ച് സൈറ്റുകളുണ്ട്. നിങ്ങൾ ആ സൈറ്റുകളിൽ പോയിട്ട് നിങ്ങൾ ഈ ജോബ് പ്രൊഫൈൽ നിങ്ങൾ പോസ്റ്റ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കീവേഡ്സ് എന്താണെന്ന് മാത്രം എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടും. അപ്പൊ അത് നോക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങളുടെ റെസ്യൂമെ നിങ്ങൾക്ക് അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യാം. ആൻഡ് ഓൾസോ റെസ്യൂമെ വേർഡിൽ തന്നെ ഉണ്ട് ജോബ് പോസ്റ്റിങ്ങും നിങ്ങളുടെ റെസ്യൂമെ തമ്മിൽ മാച്ച് ചെയ്തെടുത്താൽ അതിനുള്ള സ്കോർ ഒക്കെ കാണിച്ചു തരും. ഇപ്പൊ ATS ഇട്ട് കഴിഞ്ഞാൽ ആ സ്കോർ ഒക്കെ കുറച്ച് നന്നായിട്ട് നമ്മുടെ റെസ്യൂമെ മുമ്പേക്ക് വരും എന്നാണ് പറയുന്നത്. അപ്പം അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ യൂസ് ചെയ്യാം. അങ്ങനെ റെസ്യൂമിക്കകത്ത് മാക്സിമം കീവേഡ്സ് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ പലപ്പോഴും കീവേഡ്സ് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഞാൻ വേറൊരു സംഭവം കണ്ടിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും നമ്മുടെ പെർസ്പെക്റ്റീവ് നിന്നിട്ടായിരിക്കും ഈ ഒരു കീവേഡ്സ് ഇൻക്ലൂഡ് ചെയ്യുക. അതായത് എനിക്ക് തോന്നുന്നു ഇതായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ്, സോ ഇത് മാത്രമേ ചോദിക്കത്തുള്ളൂ എന്നൊക്കെ ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ ഇമ്പോർട്ടന്റ് അല്ല എന്ന് കരുതുന്ന ഒരു കാര്യമായിരിക്കും ആ ജോലിക്ക് ശരിക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. സോ നിങ്ങൾ എപ്പോഴും റെസ്യൂമെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാത്തിന്റെ അവസാനം നിങ്ങൾ ആ റെസ്യൂമെ ഒന്നുകൂടെ തുറന്നു വെച്ചിട്ട് ഒരു റിക്രൂട്ടറിന്റെ പെർസ്പെക്റ്റീവ് നിന്നിട്ട് അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ പെർസ്പെക്റ്റീവ് നിന്നിട്ട് ഒന്നുകൂടെ വായിച്ചു നോക്കുക റെസ്യൂമെ. അപ്പൊ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആ റെസ്യൂമെ ഇപ്പൊ ഒരു കമ്പനിക്ക് നിങ്ങൾ കൊടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു HR കാണുവാണെങ്കിൽ ആ റെസ്യൂമെ നിങ്ങളെ പുഷ് ചെയ്യുമെന്ന്, മുമ്പേക്ക് ഒരു ഇന്റർവ്യൂയിലേക്ക് വിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ വിത്ത് ദാറ്റ് റെസ്യൂമെ. അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ റെസ്യൂമെ റീവർക്ക് ചെയ്യണം. കുറച്ച് റെസ്യൂമേസ് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ച് കമ്പനീസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ സീനിയേഴ്സ് ഉണ്ടാവും, അവരോടൊന്ന് റെസ്യൂമെ അയച്ചു കൊടുത്ത് നിങ്ങൾക്ക് സജഷൻ ചോദിക്കാം. എന്തൊക്കെയാണ് ഞാൻ ഇതിനകത്ത് വെക്കേണ്ടത്, എന്താണ് എന്റെ മിസ്റ്റേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ റെസ്യൂമെ വാങ്ങിച്ചിട്ട് നിങ്ങൾക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം എവിടെയാണ് എനിക്ക് ലാക്ക് ചെയ്യുന്നത് എന്നുള്ള സാധനം. അപ്പൊ ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് റെസ്യൂമെ കുറച്ചും കൂടെ നന്നായിട്ട് എഴുതാനും പറ്റും. അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് മിസ്സിംഗ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. ഇനി കമ്മിങ് ടു ലിങ്ക്ഡിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാൽ എല്ലാ ജോലിക്കും ഇപ്പം ടെക് ജോബ്സിനാണെങ്കിൽ നമ്മൾ പറയും ലിങ്ക്ഡിൻ അത്ര ഇമ്പോർട്ടന്റ് അല്ല എന്ന് പലരും പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയും ടെക് ജോബ്സിനും ഏത് ജോലിക്കാണെങ്കിലും ലിങ്ക്ഡിനും ഗിറ്റ്ഹബ് ടെക് ജോബ്സിനാണ് കേട്ടോ. എന്നാലും ലിങ്ക്ഡിൻ എല്ലാ ജോബ്സിനും തന്നെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രൊജക്ട്, ആ ഒരു പ്രൊജക്ട് ഇപ്പൊ ടെക് ആയിക്കോട്ടെ നോൺ ടെക് ആയിക്കോട്ടെ, അത് പ്രോപ്പർലി നിങ്ങൾക്ക് ലിങ്ക്ഡിനിൽ ഇടാൻ പറ്റുവാണ്. അത് എഴുതണം. നിങ്ങൾ എന്താണ് ചെയ്തത്, നിങ്ങൾ എന്ത് എഫേർട്ടാണ് അവിടെ ഇട്ടത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എഴുതി. ഇപ്പം ഒരു സൈറ്റ് ഡിപ്ലോയ് ചെയ്താണെങ്കിൽ അതിന്റെ ലിങ്ക് വെച്ചിട്ട് ആ ലിങ്ക്ഡിനിൽ ഇടുമ്പോൾ ചിലപ്പോൾ നമുക്ക് ലൈക്സ് ഒന്നും ഒത്തിരി കിട്ടിയെന്ന് വരത്തില്ല. പക്ഷെ ഒരു ഫ്രം എ റിക്രൂട്ടിംഗ് പെർസ്പെക്റ്റീവ് ഒരാൾ വന്നിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ നോക്കുമ്പോൾ യു ഹാവ്
ഡൺ സംതിങ് എന്നുള്ള ഒരു സാധനം വരും. ആൻഡ് ഓൾസോ അവർ നോക്കുമ്പോൾ കുറച്ച് സാധനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, ആക്ച്വലി നമ്മുടെ ഫീഡിൽ കിടപ്പുണ്ട്. അതും ലൈവ് ലിങ്ക്സ് ആണ് കിടക്കുന്നത്. അവർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം അവർക്ക് കാണാം, എത്ര പേര് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സാധനങ്ങൾക്ക് കുറച്ചും കൂടി ഇമ്പാക്ട് വേറെ ലെവലാണ് വരുന്നത്. അപ്പൊ അത് കാരണം ഉറപ്പായിട്ട് നിങ്ങൾ ഒരു പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും ലിങ്ക്ഡിനിൽ അത് പോസ്റ്റ് ചെയ്യണം. നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ എപ്പോഴും അപ്ഡേറ്റ് ആക്കി വെക്കണം. ഇപ്പോൾ കോൺവെർസേഷനിൽ നീ മെൻഷൻ ചെയ്ത ഒരു കാര്യമാണ് ഇപ്പോൾ ഒരു 2+ years ഓഫ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന ആ ജോബ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഉണ്ടെങ്കിലേ അപ്ലൈ ചെയ്യാവുന്നുള്ളൂ. ആൻഡ് ദിസ് മൈറ്റ് ബി ഫണ്ണി, പക്ഷേ a lot of job descriptions that we see on LinkedIn are not related to that job. അല്ലെങ്കിൽ പല സമയത്തും ആ ജോബുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. ഇൻട്രസ്റ്റിംഗ്ലി ഇപ്പോൾ നമുക്ക് ലിങ്ക്ഡിനിൽ ഇടയ്ക്കിടയ്ക്ക് സജഷൻസ് വരുമല്ലോ മെയിലില്, ഇന്ന ജോബ്സ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ കണ്ടൊരു ജോബ് റോളിന്റെ ടൈറ്റിൽ വാസ് കെ. അത് ഞാൻ സെയിൽസുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാളാണ്. ആ ജോബ് വന്നിരിക്കുന്നത് മോസ്റ്റ്ലി ഫോർ എന്താ പറയുക, ഒരു മാർക്കറ്റിംഗ് കൈൻഡ് ഓഫ് റോളിലാണ്, ഗ്രോത്ത് റിലേറ്റഡ് റോളിലായിരുന്നു. പക്ഷെ അതിന്റെ JD പറഞ്ഞിരിക്കുന്നത് മൊത്തം ഈ പറയുന്ന സെയിൽസ് ആണ്, 10+ years ഓഫ് എക്സ്പീരിയൻസ് ഇൻ സെയിൽസ്, അങ്ങനെ കുറെ സാധനങ്ങളാണ്. അപ്പോൾ അങ്ങനെ ജോബ് ഡിസ്ക്രിപ്ഷൻസ് വരാറുണ്ട്. അത് ഞാൻ ജസ്റ്റ് ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. സോ അങ്ങനെ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ റെഡ് ഫ്ലാഗ്. അങ്ങനെയുള്ള റോളുകൾ അപ്ലൈ ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. എനിക്കൊരു കാര്യം മെൻഷൻ ചെയ്യാനുണ്ട്. ഞാൻ പറഞ്ഞത് എല്ലാ ജോബ് റോൾസിലും നിങ്ങൾ ഫുള്ളി സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അപ്ലൈ ചെയ്യാവുള്ളൂ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം ലിങ്ക്ഡിനിലൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ 2+ years ഓഫ് ഇന്ന സാധനം, 5+ years ഓഫ് ഇന്ന സാധനം എന്നൊക്കെ കാണും. അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ അവിടെ എന്താ ക്ലിക്ക് ചെയ്യുക, അപ്പൊ കമ്പനി സൈറ്റിലേക്ക് പോകും. അവിടെ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ, കമ്പനി സൈറ്റ്സിൽ അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളോട് ചോദിക്കും നിങ്ങൾക്ക് ഇന്ന സാധനത്തിൽ ബേസിക് ആയിട്ട് ഇത്ര എക്സ്പീരിയൻസ് ഉണ്ടോ. അങ്ങനെ ചോദിക്കുന്ന സംഭവങ്ങൾക്കകത്ത് നമ്മൾ യെസ് ഓർ നോ, അവിടെയാണ് ഞാൻ പറഞ്ഞത് യെസ് ഓർ നോ കൊടുത്തു കഴിഞ്ഞാൽ ATS ഡയറക്ട്ലി റിജക്ട് ചെയ്യും. അല്ലാതെ നിങ്ങളിപ്പോ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ കണ്ടു, അത് നിങ്ങൾക്ക് നല്ലപോലെ അലൈൻ ആണ് എന്ന് തോന്നിയാൽ യു ഷുഡ് ഡെഫിനറ്റ്ലി അപ്ലൈ ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞിട്ട് ഇതുപോലൊരു ക്വസ്റ്റ്യൻ കണ്ടു, നിങ്ങൾ ഫസ്റ്റ് ഒരു 5 questions ഒക്കെ മാൻഡറ്ററി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ അതിന്റെ അകത്ത് നമുക്ക് എല്ലാം യെസ് അല്ല കൊടുക്കാൻ പറ്റുന്നെങ്കിൽ മിക്കപ്പോഴും അത് റിജക്ട് ആയി പോകുന്നതാണ് കണ്ടിട്ടുള്ളത്. എന്ന് വെച്ചാൽ എല്ലാം മാൻഡറ്ററി ആണെന്നല്ല, ഇപ്പൊ ലാസ്റ്റിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ 2 question ഒക്കെ ഓപ്ഷണൽ ആയിരിക്കും. അപ്പോ അതൊക്കെ കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഞാൻ ജസ്റ്റ് ഒരു അവയർനെസ്സിന് വേണ്ടി പറയുമായിരുന്നു, ഇങ്ങനെയാണ് ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്നത്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. എന്ന് വെച്ചാൽ നിങ്ങൾ, ഞാനും പറയും ഒരു 80% ഒക്കെ മാച്ച് ചെയ്യണ്ട, നിങ്ങൾ അപ്ലൈ ചെയ്യണം. കാരണം നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ, എന്തെങ്കിലും അപ്ലൈ ചെയ്യണം. ഇത് കുറച്ചുകൂടി ATS റിലേറ്റഡ് ആയിട്ടല്ല ഇപ്പൊ പറഞ്ഞത്. ATS അത് ബൈപ്പാസ് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിൽ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്സിൽ ലെസ് ദാൻ ഒരു 50 employees ഒക്കെ ഉള്ള ഒരു കമ്പനി ആണെങ്കിൽ ഈവൻ ദോ നിങ്ങളൊരു ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാലും അവിടെ എനിക്ക് തോന്നുന്നില്ല ATS ഉണ്ടാവും എന്നുള്ളത്. മോസ്റ്റ്ലി വെരി ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ ദർ മൈറ്റ് ബി നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് മൈറ്റ് ബി ഹ്യൂജ്. ഇപ്പൊ റീസെന്റ് ഞാൻ കിരണുമായിട്ട് സംസാരിച്ച സമയത്ത് അവരൊരു ഇന്റേൺ റോളിന് ഹയർ ചെയ്തതിന് തന്നെ ഏകദേശം 400+ ആപ്ലിക്കേഷൻസ് വന്നു. അവർ അത്രയും ചെറിയൊരു ടീമാണ്. അത് മാനേജ് ചെയ്യാന്ന് പറയുന്നത് അവർക്ക് അത്ര എളുപ്പമുള്ള ഒരു പരിപാടിയല്ല. വിതൗട്ട് ATS അവർ ചെയ്തു എന്നാണ് എന്റെ വിശ്വാസം. ബട്ട് അപ്പോ ഈ പറഞ്ഞതുപോലുള്ള കാര്യങ്ങളിൽ ലിങ്ക്ഡിന്റെ ഇമ്പോർട്ടൻസ് ഇപ്പം സംസാരിച്ചു. ലിങ്ക്ഡിൻ മോസ്റ്റ്ലി ആൾക്കാർ ലിങ്ക്ഡിൻ ഈസ് എ പ്രൊഫഷണൽ നെറ്റ്വർക്ക് എന്നുള്ളതിന് എനിക്ക് എന്റേതായിട്ടുള്ള ഒരു ബയാസ് ഉണ്ട്. ചില സമയത്ത് ഞാനത് എഗ്രി ചെയ്യുന്നില്ല. ബട്ട് സ്റ്റിൽ പലപ്പോഴും ആൾക്കാരുടെ ഒരു ഫസ്റ്റ് പോയിന്റ് പബ്ലിക്ലി ആൾക്കാരെ സെർച്ച് ചെയ്ത് നോക്കുന്നത് ലിങ്ക്ഡിൻ ആയിരിക്കും. ഈവൻ ഇഫ് ഇൻ സ്റ്റാർട്ടപ്പ് വേൾഡ് നിങ്ങളെ ഗൂഗിളിൽ കുറിച്ച് ഗൂഗിളിൽ നിങ്ങളുടെ പേര് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡ്യൂ ടു ലിങ്ക്ഡിൻ ഒപ്റ്റിമൈസേഷൻ ഏറ്റവും ആദ്യം വരുന്നത് ലിങ്ക്ഡിൻ പ്രൊഫൈൽ ലിങ്ക് ആണ്. അപ്പോൾ പെട്ടെന്ന് ആൾക്കാരെ നോട്ടീസ് ചെയ്യുന്നതും ആ സംഭവമായിരിക്കും. ലിങ്ക്ഡിൻ വെച്ച് അപ്ലൈ ചെയ്യാൻ ഒരുപാട് ആൾക്കാർ ജോബ്സ് അപ്ലൈ ചെയ്യാൻ നോക്കാറുണ്ട്. അപ്പാർട്ട് ഫ്രം ലിങ്ക്ഡിൻ, വാട്ട് ആർ സം അതർ പ്ലാറ്റ്ഫോംസ് where people can search for jobs? ആൻഡ് ഇതില് ഞാൻ കുറച്ചും കൂടെ ഡെവലപ്പർ രീതിയിൽ വരുന്നത് കൊണ്ട് അല്ല, എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഡെവലപ്പേഴ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും കൂടുതൽ ഞാൻ പറയുന്നുണ്ടാവുക. പക്ഷേ നോൺ ടെക്നിക്കൽ ഹയറിംഗ്, ആൻഡ് ഐ ജെന്യുവൻലി ഫീൽ ദാറ്റ് നോൺ ടെക്നിക്കൽ ഹയറിംഗ് ഈസ് ബ്രോക്കൺ ഇൻ ഇന്ത്യ. കാരണം നിന്റെ ഒപ്പീനിയൻ എന്താണെന്ന് എനിക്കറിയില്ല. എഞ്ചിനീയേഴ്സിനെ അല്ലെങ്കിൽ ഡെവലപ്പേഴ്സിനെയും ഡിസൈനേഴ്സിനെയും ഒക്കെ ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട്
നൂറുകണക്കിന് പ്ലാറ്റ്ഫോംസ്, ദർ ആർ സോ മെനി സ്റ്റാർട്ടപ്സ് വിച്ച് സ്പെഷ്യലൈസ് ഇൻ ദാറ്റ് ഇറ്റ് സെൽഫ്. പക്ഷെ നോൺ എഞ്ചിനീയറിംഗ് ടാലന്റിന് വേണ്ടി ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല ഹൈ ക്വാളിറ്റി ടാലന്റിനെ പൂൾ ചെയ്യുന്ന യാതൊരു കമ്പനീസും. അപ്പോൾ ഇങ്ങനെയുള്ള റോളുകൾ എങ്ങനെ കണ്ടുപിടിക്കാം? കമ്പനി സൈറ്റുകൾ ഒബ്വിയസ്ലി നമ്മൾ പറയും, പക്ഷെ അങ്ങനെ കമ്പനികൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയണമല്ലോ. അപ്പോൾ അപ്പാർട്ട് ഫ്രം ലിങ്ക്ഡ്ഇൻ, വാട്ട് ആർ സം അതർ പ്ലേസസ് ദാറ്റ് പീപ്പിൾ ക്യാൻ സെർച്ച് ഫോർ ദീസ് കൈൻഡ് ഓഫ് ജോബ്സ്? നിങ്ങൾ ജസ്റ്റ് ഒരു ജോലിയാണ് നോക്കുന്നത്, ഇന്ത്യയിൽ ഒരു ജോലിയാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും അണ്ടർ റേറ്റഡ് ആയിട്ട് കണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് നൗക്കരി. ഓക്കെ, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ കമ്പനീസിലും, എനിക്കറിയാവുന്ന എല്ലാ കമ്പനീസിലും ഞാൻ ആൾക്കാരോട് സംസാരിച്ചപ്പോഴെല്ലാം അവരെല്ലാം പറയുന്നു നൗക്കരിയിൽ തന്നെയാണ് അവർ ഹയർ ചെയ്യുന്നത്. ഈവൻ നൗക്കരിയിൽ നിന്ന് ഹയർ ചെയ്യുന്ന ഒരുപാട് കമ്പനീസ് ഉണ്ട്. സോ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ നൗക്കരിയുടെ പ്രൊഫൈല് അപ്ഡേറ്റഡ് ആയിട്ട് തന്നെ വെക്കുക. അത് ഫാൻ കമ്പനി ആയിക്കോട്ടെ, MNCs ആയിക്കോട്ടെ, സ്റ്റാർട്ടപ്സ് ആയിക്കോട്ടെ, എല്ലാവരും നൗക്കരി ഒരു പ്രൊമിനന്റ് ചാനൽ തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പൊ നോൺ ടെക് സ്പേസിൽ വരുമ്പോൾ കുറച്ച് ഹൈ ക്വാളിറ്റി ജോബ്സ് അല്ലെങ്കിൽ കുറച്ച് വാല്യൂ ഉള്ള ജോബ്സ് ഒക്കെയാണ് നമ്മൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ IIM ജോബ്സ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ദാറ്റ് ബേസിക്കലി ഡിസൈൻ ഫോർ IIM എന്നൊക്കെ പാസ് ഔട്ട് ആവുന്നവർക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ എന്നാലും കുറച്ച് ക്വാളിറ്റി ജോബ്സ് ആയിരിക്കും കമ്പയർഡ് ടു നൗക്കരി അവിടെ വരുന്നത്. അതായത് അവർക്കൊരു മിനിമം സെറ്റ് ഓഫ് പേ ഒക്കെ ഉണ്ട്. ഇത്ര പേയിൽ കൂടുതലാണെങ്കിൽ മാത്രമേ അവർ ആ ജോബ് അക്സെപ്റ്റ് ചെയ്യൂ, IIM ജോബ്സിന്റെ സൈറ്റിൽ ഇടാൻ വേണ്ടിയിട്ട് അക്സെപ്റ്റ് ചെയ്യൂ. അപ്പൊ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ഉള്ളത് കാരണം അവിടുത്തെ പേ റേഞ്ച് കമ്പാരിറ്റീവ്ലി ഒരു കുറച്ച് കൂടുതലായിരിക്കും. പക്ഷെ അവർക്ക് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യുന്നത് ഈ ടോപ്പ് ടയർ കമ്പനീസിനെ ആയിരിക്കും. ആൻഡ് ഓൾസോ ഇൻസ്റ്റാ ഹയർ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അത് എത്രത്തോളം കമ്പനീസ് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്നാലും ഇൻസ്റ്റാ ഹയർ ഒരു ഇന്ത്യയിൽ നോക്കുമ്പോൾ ഒരു പ്രൊമിനന്റ് ചാനൽ തന്നെയാണ്. സോ ഇതൊക്കെയാണ് ഒരു ബേസിക് ചാനൽസ് എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെയല്ല, നമ്മൾ സ്റ്റാർട്ടപ്സിലേക്കാണ് ഒരു ജോബ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ Y Combinator, വെൽ ഫൗണ്ട്, ഇങ്ങനെ കുറച്ച് കമ്പനീസ് ഒക്കെ ഉണ്ട്. റിമോട്ട് ജോബ്സ് ഒക്കെയാണ് നമ്മൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ കമ്പനീസ് അല്ല, സൈറ്റ്സ്, പ്ലാറ്റ്ഫോംസ്. ഓക്കെ, ജോബ് നോക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോംസ്. അപ്പം ഇവിടെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഗ്ലാസ് ഡോറിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. നല്ല കമ്പനീസ്, അതായത് ഇപ്പോൾ ഫാൻ കമ്പനീസ് പോലത്തെ കമ്പനീസ്, സ്റ്റാർട്ടപ്സും കേട്ടോ, കുറെ നല്ല സ്റ്റാർട്ടപ്സ് ഇപ്പോൾ ഗ്ലാസ് ഡോറിലും ജോബ്സ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അവിടെയും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാൻ ബേസിക്കലി ഗ്ലാസ് ഡോറിൽ ജോബ് ഓപ്പണിംഗ് അത്ര അപ്ലൈ ചെയ്ത് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. പക്ഷെ എന്നാലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ്. അവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കമ്പനിയുടെ കുറച്ചും കൂടി ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതായത് ഒരു ജോബിന് എത്രയാണ് നമ്മുടെ പേ റേഞ്ച്, ഈവൻ ദോ കമ്പനിയുടെ ആ ഒരു റിക്രൂട്ടറോ അല്ലെങ്കിൽ അത് പോസ്റ്റ് ചെയ്യുന്ന ആൾ കൊടുത്തില്ലെങ്കിൽ തന്നെ നമുക്ക് അത് കുറച്ചും കൂടെ കാണാൻ പറ്റുന്ന ഒരു സൈറ്റ് ആണ് ഗ്ലാസ് ഡോർ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഇതൊന്നും കൂടാതെ നിങ്ങൾക്ക് കോൾഡ് ഇമെയിലിംഗ് ചെയ്യാം. ആൻഡ് ഓൾസോ ലിങ്ക്ഡിനിൽ നിങ്ങൾക്ക് ഒരാളെ റീച്ച് ഔട്ട് ചെയ്യാം, റെഫറൽ ചോദിക്കാം. ഇതൊക്കെ കുറച്ച് എന്താ പ്രാക്ടീസ് ചെയ്ത് കുറച്ച് നടന്നിട്ടുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് ജോലിയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ, അതായത് റിക്രൂട്ടറിന്റെയോ അല്ലെങ്കിൽ ഒരു ഹയറിംഗ് മാനേജറിന്റെയോ ഒരു ശ്രദ്ധയിലേക്ക് നമ്മുടെ റെസ്യൂമെ പെട്ടെന്ന് പിടിച്ചു വെച്ചാൻ പറ്റുന്ന ഒരു കുറച്ച് ഏരിയതായിരിക്കും ഈ കോൾഡ് ഇമെയിലിംഗ് ആൻഡ് ഓൾസോ ഈ റെഫറൽസ് എന്ന് പറയുന്ന മാർഗം. സോ ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഗ്ലാസ് ഡോർ മെൻഷൻ ചെയ്തതുകൊണ്ടും ഈ പ്ലാറ്റ്ഫോംസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ പല ജോബ് ഡിസ്ക്രിപ്ഷൻസ് വരുമ്പോഴും എല്ലാം നമ്മൾ കാണുന്ന ഒരു സാധനമാണ് കോമ്പറ്റീറ്റീവ് സാലറി എന്ന് പറയുന്നത്. വളരെ ട്രിക്കി ആയിട്ടുള്ള ഒരു വേർഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ കോമ്പറ്റീറ്റീവ് സാലറി അക്കോർഡിംഗ് ടു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് എന്നുള്ളതാണ് ടിപ്പിക്കലി കാണുന്ന ഒരു ലൈൻ. ഇപ്പോൾ എനിക്കൊരു പെർട്ടിക്കുലർ റോളിലേക്ക് അപ്ലൈ ചെയ്യണം. ആ റോളിന് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടുള്ള സാലറി റേഞ്ച് എന്താണ് എന്നുള്ളത് എനിക്ക് എവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും? നമ്മൾ തമ്മിലുള്ള കോൺവെർസേഷനിൽ മുന്നേ പറഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു പോയിന്റ് എങ്ങനെയായിരിക്കും? ഇപ്പോൾ ഒരാൾക്ക് നോട്ട് ജസ്റ്റ് ഫോർ എ ഫ്രഷറിന് മാത്രമല്ല, ഇപ്പോൾ ഏർലി കരിയറിൽ നിൽക്കുന്ന, ഇപ്പം നമ്മുടെ ഒരു ഏജ് റേഞ്ച് നോക്കുകയാണെങ്കിൽ 2 years 3 years ഇൻ ടു ഇൻഡസ്ട്രി ഉള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരുടെ നെക്സ്റ്റ് ജോബ് സ്വിച്ചിലേക്കോ അല്ലെങ്കിൽ നെക്സ്റ്റ് പൊസിഷനിലേക്കോ അവർ നോക്കുമ്പോൾ എങ്ങനെ അവർക്ക് നല്ല കമ്പനീസ് കണ്ടുപിടിക്കാം, അറ്റ് ദ സെയിം ടൈം ഈ കോമ്പറ്റീറ്റീവ് സാലറി എന്ന് പറയുന്ന ടേമിന് എന്താണ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കും? ഓക്കെ, സോ നമുക്ക് ഒരുപാട് കാലമായിട്ടുള്ള ഒരു സൈറ്റ് ആണ് ഗ്ലാസ് ഡോർ എന്ന് പറയുന്നത്. ഇപ്പം അത് മെൻഷൻ ചെയ്ത പോലെ തന്നെ, നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ നമുക്ക് ഗ്ലാസ് ഡോർ യൂസ് ചെയ്യാം. ഗ്ലാസ് ഡോറിനകത്ത് കൂടുതലായിട്ടും ടെക് ജോബ്സിനുള്ള, കൂടുതലായിട്ടും എല്ലായിടത്തും ടെക് ജോബ്സിന്റെ സാലറി ആണ് കാണാറ്. നോൺ ടെക് ജോബ്സിന്റെ അത്രയും കാണാറില്ല. പക്ഷെ എന്നാലും ഗ്ലാസ് ഡോർ എന്ന് പറയുന്ന ഒരു നല്ല ചാനൽ തന്നെയാണ് നമുക്ക് എത്രയാണ് സാലറി എന്ന് കണ്ടുപിടിക്കാനുള്ളത്. ഇനി ഇതല്ലാതെ അംബിഷൻ ബോക്സ് എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. അതിന്റെ ഒരു റെലവൻസോ അതിന്റെ ഒരു
വിശ്വാസ്യത എന്നും എനിക്കറിയത്തില്ല. പക്ഷെ എന്നാലും ഇങ്ങനൊരു സൈറ്റ് ഉണ്ട്. അത് ഒരുപാട് കാലമായിട്ടുള്ള സൈറ്റാണ്. നിങ്ങൾക്ക് ആ സൈറ്റിൽ നോക്കാവുന്നതാണ് എങ്ങനെയാണ് സാലറി റേഞ്ച് എന്നുള്ളത്. പിന്നെ levels.fyi എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. അവിടെയും ഇതുപോലെ സാലറീസ് മെൻഷൻ ചെയ്ത് പോവാറുണ്ട്. റീസെന്റ് ഞാൻ കണ്ടുപിടിച്ച ഒരു സ്ഥലമാണ് 6figure.com എന്ന് പറയുന്നത്. ഇത് ഞാൻ ഈയിടെ കണ്ടുപിടിച്ചതേ ഉള്ളൂ. ഞാനും ഇങ്ങനെ എക്സ്പ്ലോറിംഗ് ആണ് ആ സൈറ്റിൽ. ഒത്തിരി കാര്യങ്ങൾ ആ സൈറ്റിലുണ്ട്. അപ്പോ അവിടെ നിങ്ങൾക്കൊന്ന് പോയി നോക്കാം എങ്ങനെയാണ് ഇപ്പൊ പേ കമ്പാരിസൺ വരെ അവരവിടെ ഇട്ടിട്ടുണ്ട്. അതായത് വിമൻ ആൻഡ് മെൻ എത്രയാണ്. ഇപ്പം നമ്മൾ യൂഷ്വലി കേൾക്കാറുള്ള ഒരു ടേം ആണ്, ഒരു സെയിം പൊസിഷനിൽ ഇരിക്കുന്ന മെന്നിന് കിട്ടുന്ന അത്രയും സാലറി വിമണിന് കിട്ടുന്നില്ല എന്നുള്ള ഒരു സാധനം നമ്മൾ യൂഷ്വലി കേൾക്കാറുള്ളതാണ്. അപ്പൊ അതിന്റെ അകത്തെ ആ പേ ഡിസ്പാരിറ്റി പോലും അവര് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സൈറ്റ് ആണ് 6figure.com. എല്ലാ കമ്പനീസിനും ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു ന്യൂ സൈറ്റ് ആണ്. അപ്പൊ എല്ലാ കമ്പനീസിനും ഒന്നും ഇല്ല. പക്ഷെ എന്നാലും നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാം. അവിടെ കുറച്ച് നല്ല രീതിയിൽ കുറേയേറെ ഡീറ്റെയിൽസ്, അതായത് ഇപ്പൊ ഒരു കമ്പനി ലേ ഓഫ് ആയെങ്കിൽ എത്ര പേര് ലേ ഓഫ് ആയി, ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ലേ ഓഫ് ആയത്, ഇത്രയും കാര്യങ്ങൾ വരെ കറക്റ്റ് നമ്പർ വെച്ചിട്ട് അവർ ഇട്ടിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ജോബ് ഓഫർ കിട്ടി, യു വോണ്ട് ടു അനലൈസ് ദാറ്റ് ഓഫർ വിത്ത് ദ മാർക്കറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിനുള്ള ഓപ്ഷൻ അതിലുണ്ട്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഇപ്പോൾ 2-3 ജോലികൾ അനലൈസ് ചെയ്യണം. ഇതിന്റെ അകത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഏതാണ്, എന്റെ ഇൻട്രസ്റ്റിനോട് അലൈൻ ചെയ്യുന്ന ഏതാണ്, അങ്ങനെ അലൈൻ ചെയ്യുന്ന ഏതാണ് നിങ്ങൾക്ക് തപ്പണമെന്നുണ്ടെങ്കിലും ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിന്റെ അകത്ത് കമ്പാരിസൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ കമ്പയർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ഈ 6figure.com ഞാൻ കണ്ടു. സോ യാ, അത് യൂസ് ചെയ്തു. പിന്നുള്ള ഒരു ചാനലാണ് നിങ്ങൾക്ക് ഒബ്വിയസ്ലി നേരത്തെ ആ കമ്പനിയിൽ ഇപ്പൊ ഈ ടീമിൽ വർക്ക് ചെയ്യുന്നവരെ നിങ്ങൾക്ക് ലിങ്ക്ഡിനിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദാറ്റ് ഓൾവേസ്. അത് മോസ്റ്റ് ട്രസ്റ്റഡ് വേ ആണ്. കാരണം നമ്മൾ ഡയറക്ട്ലി ആ കമ്പനിയിലുള്ള ഒരാളോട് തന്നെയാണല്ലോ സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ കണ്ടുപിടിക്കാം. ഇനി നിങ്ങൾക്ക് അങ്ങനെ ആരെയും കിട്ടുന്നില്ല, ലിങ്ക്ഡിനിൽ അങ്ങനെ നിങ്ങൾക്ക് അറിയത്തില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാവുന്ന 2 സ്ഥലങ്ങളാണ്. ഇതിപ്പോ ഏർലി കരിയറിന്റെ കാര്യത്തിൽ മാത്രമല്ല, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർ ഒരുപാട് ആൾക്കാരുള്ള ഒരു സ്ഥലമാണ് ഫിഷ് ബൗൾ എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. ഗ്ലാസ് ഡോറിന്റെ തന്നെയാണ്. അവിടെ എന്താ ഗുണമെന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ ആമസോണിലല്ലേ വർക്ക് ചെയ്യുന്നത്. അപ്പോ ആമസോണിന് വേണ്ടിയിട്ട് അവിടെ ഒരു ബൗളുണ്ട്. അതുപോലെ തന്നെ ഇപ്പം എല്ലാ കമ്പനീസിനും അവിടെ ഓരോരോ ബൗളുകളുണ്ട്. നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് അതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യുവാണെങ്കിൽ ഒരുപാട് ആൾക്കാര് ഒത്തിരി ഡൗട്ട്സ് ചോദിക്കുന്നുണ്ടാവും. ഇപ്പോ ഇൻക്രിമെന്റ് ടൈം ആണെന്ന് നിങ്ങൾ സപ്പോസ്, ഓക്കെ, അപ്പം ഈ ഇൻക്രിമെന്റ് എത്ര ആയിരിക്കും ഇപ്രാവശ്യം, ഈ വർഷം നമുക്ക് ഇൻക്രിമെന്റ് എത്ര റേഞ്ചിലായിരിക്കും നിൽക്കുന്നത്. എന്റെ ടീമിൽ എന്റെ മാനേജറിനോട് ചോദിച്ചാൽ ചിലപ്പോൾ അത് പറയണമെന്നില്ല. പക്ഷെ വേറൊരു ടീമിൽ വേറൊരു മാനേജർ അത് അവരോട് കൺവേ ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഇത്ര മുതൽ ഇത്ര വരെ എക്സ്പെക്ട് ചെയ്യാം എന്ന് കൺവേ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ അത് ചോദിക്കുമ്പോൾ ആ കമ്പനിയിലുള്ള എല്ലാവരും കൂടെ വന്നിട്ട് അവിടെ ഒരു ഡിസ്കഷൻ ആണ് സത്യം പറഞ്ഞാൽ നടക്കുന്നത്. എന്റെ ടീമില് ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഇവിടെ പേരൊന്നും വെളിപ്പെടുത്താതെ ആയിരിക്കും അവർ എഴുതിയിരിക്കുന്നത്. പക്ഷെ നമുക്കൊരു ട്രസ്റ്റഡ് ഫാക്ടർ ആണ്. നമുക്ക് മനസ്സിലാവും അത് കറക്റ്റ് ആയിട്ടാണോ, എത്രയാണ് റേഞ്ച് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. കാരണം ഈ ഫിഷ് ബൗളിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് നമ്മുടെ ഒഫീഷ്യൽ കമ്പനി ഇമെയിൽ ID വെച്ചിട്ടാണ്. അപ്പൊ നമുക്ക് ട്രസ്റ്റ് ചെയ്യാവുന്ന ഒരു ഫാക്ടറാണ് ഫിഷ് ബൗൾ. ഇനിയും ഇത് ഇന്ത്യയിൽ നമുക്ക് ഫിഷ് ബൗൾ ഒക്കെ യൂസ് ചെയ്യാം. ഇനി നിങ്ങൾ കുറച്ച് വേൾഡ് വൈഡ് ആണ് നോക്കുന്നത്, നിങ്ങളുടെ കമ്പനി ഒരുപാട് സ്ഥലങ്ങളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലൈൻഡ് യൂസ് ചെയ്യാം. ബ്ലൈൻഡിന്റെ അകത്തും ഇതുപോലെ തന്നെ നമ്മുടെ നെയിം ഒന്നും ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൊടുക്കണം എന്നില്ല. ഫേക്ക് നെയിംസിലൊക്കെ ആയിരിക്കും എല്ലാവരും ഉള്ളത്. ഫേക്ക് നെയിംസ് അല്ല, അത് അങ്ങനെയാണ് യൂഷ്വലി അതിന്റെ യൂസർ നെയിം വരിക. അപ്പൊ നിങ്ങൾക്ക് അവിടെ പോയിട്ടാണെങ്കിൽ ഇതുപോലെ ചോദിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒരു റെഫറൽ ആണ് വേണ്ടെങ്കിൽ പോലും എന്നെ റെഫർ ചെയ്യാവോ ഈ ഒരു റോളിലേക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ DM ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് താഴെ ഞാൻ മെസ്സേജ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു വേ ട്രൈ ചെയ്യാവുന്നതാണ്. എന്ത് ഒരു കമ്പനിയെ കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ ചോദിക്കാം. ഒരുപാട് ആൾക്കാർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കാണും. എല്ലാ ബൗൾസിലും ഏകദേശം ഒരു 12,000 മേളിലൊക്കെ ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതൊരു ട്രസ്റ്റബിൾ ഫാക്ടർ ആണ്. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ രീതിയിൽ 6figure ഇപ്പം നീ സജസ്റ്റ് ചെയ്ത സമയത്താണ് ഞാനത് നോക്കിയത്. മോസ്റ്റ്ലി ഒരു പെർട്ടിക്കുലർ റോളിന് വേണ്ടിയിട്ടുള്ള സാലറി റേഞ്ചുകൾ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദീസ് ആർ നോട്ട് ഫിക്സ്ഡ്. ഇത് പലപ്പോഴും മാറി മാറി വരും. എസ്പെഷ്യലി ഇത് കുറെ കൂടി ലാർജ് കമ്പനീസിലാണ് ഈ ഫിക്സഡ് റേഞ്ച് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് സാലറി എന്ന് പറയുന്നത് വന്നു നിൽക്കുന്നത്. സ്റ്റാർട്ടപ്സിലേക്ക് വരുമ്പോൾ ദാറ്റ്സ് എൻറ്റയർലി ഡിഫറെന്റ് ഗെയിം. ചില ആൾക്കാർക്ക് അത്രയും കൊടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ വർക്ക് കൾച്ചർ അല്ലെങ്കിൽ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു കമ്പനി ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻ ദ പ്രോസസ് ഓഫ് റേസിംഗ് ഫണ്ടിങ് ആയിരിക്കും. അപ്പം അറ്റ് ദ മൊമെന്റ് അവർക്ക് ചിലപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ നിങ്ങളുടെ ലോജിക് അനുസരിച്ച് ചിന്തിക്കുക. അപ്പാർട്ട് ഫ്രം ദാറ്റ് എനിക്ക് തോന്നി YC കമ്പനീസ് അല്ലെങ്കിൽ ഒട്ടുമിക്ക എല്ലാ VC ഫേംസിന്റെയും അല്ലെങ്കിൽ ഇപ്പോൾ YC, A16Z, Andreessen Horowitz ഇതിന്റെ എല്ലാ സൈറ്റിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഫണ്ട് ചെയ്തിട്ടുള്ള കമ്പനികളുടെ എല്ലാം
ജോബ്സ് ലിസ്റ്റഡ് ആയിരിക്കും പൊതുവെ. അപ്പോൾ ദാറ്റ്സ് എ വെരി ഗുഡ് പ്ലാറ്റ്ഫോം ടു ഫൈൻഡ് റിയലി ഗുഡ് ജോബ്സ്. ലിങ്ക്ഡിൻ അല്ല, ഐ മീൻ അധികം നോയ്സ് ഇല്ലാണ്ട് വളരെ നല്ല പ്രോമിസിംഗ് ആയിട്ടുള്ള ജോബുകൾ ഫൈൻഡ് ചെയ്യാൻ ഈ സൈറ്റ്. അവിടെ ടെക് മാത്രമല്ല, നോൺ ടെക് റോൾസും പൊതുവെ നല്ല ഓപ്പണിങ്സ് ഞാൻ കാണാറുണ്ട്. അത് ഒരുപാട് ആൾക്കാർക്ക് യൂസ് ചെയ്യാവുന്ന ഒരു സംഭവമാണ്. പിന്നെ ഇപ്പോൾ ഫിഷ് ബോളിന്റെ കേസ് പറഞ്ഞതുപോലെ എത്ര പേര് ഗ്രേപ്പ് വൈൻ യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇറ്റ്സ് എൻ ഇന്ത്യൻ പ്ലാറ്റ്ഫോം. റെഡിറ്റിന്റെ ഒരു റിപ്പ് ഓഫ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഈ പറഞ്ഞതുപോലെ ഒരുപാട് ആൾക്കാർ അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കുറച്ചുകൂടെ ടെക് റിലേറ്റഡ് ആണ്. കാരണം അവിടെ വെരിഫൈഡ് പ്രൊഫൈൽസ് എന്ന് പറയുന്നത് കമ്പനി മെയിൽ ഐ ഡി വെച്ചിട്ട് വെരിഫൈ ചെയ്തിട്ട് തന്നെയാണ് അതിനകത്ത് പ്രൊഫൈൽസ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഈവൻ ബിഫോർ പബ്ലിക്കലി വരുന്നതിന് മുന്നേ തന്നെ ചില കമ്പനിയുടെ ലേ ഓഫ്സിന്റെ ന്യൂസ് ഒക്കെ അതിനകത്ത് വരാറുണ്ട്. ഐ മീൻ എംപ്ലോയീസ് തന്നെ പറയാറുണ്ട്. അതുപോലെ സാലറി ആയിക്കോട്ടെ, അല്ലെങ്കിൽ പുതിയ ജോബ് ഓപ്പണിങ്സ് ആയിക്കോട്ടെ, അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ കോൺവെർസേഷൻസ് നടക്കുന്ന ഒരു സ്പേസ് ആണ്. സോ ആൾക്കാർക്ക് അത് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാവുന്ന ഒരാളാണ്. സോ നമ്മൾ ലിങ്ക്ഡിന്റെ കേസ് പറഞ്ഞു, ഈ പ്ലാറ്റ്ഫോംസിന്റെ കേസ് പറഞ്ഞു. ഈ നോൺ ടെക്നിക്കൽ എന്ന് ഞാൻ അതിനെ ടേം ചെയ്യില്ല, നോൺ എഞ്ചിനീയറിംഗ് റോൾസ്. ഓക്കെ, നോൺ എഞ്ചിനീയറിംഗ് റോൾസ് വരുമ്പോഴത്തേക്കും സത്യത്തിൽ ഞാൻ അങ്ങനെ ഒരു ക്വാളിറ്റി ജോബ് ബോർഡ് കണ്ടിട്ടില്ല. എനിക്കത് ഫിക്സ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എൻ്റെ ഒരു സൈഡ് പ്രൊജക്റ്റ് ആയിട്ട് സൈറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സോ നോൺ എഞ്ചിനീയറിംഗ് റോൾസ് ഇപ്പോൾ ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പ് സ്പേസോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് വേൾഡോ ആണെങ്കിൽ തന്നെ ഈ നോൺ എഞ്ചിനീയറിംഗ് റോൾസ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് സ്റ്റഫ്. ലിങ്ക്ഡിൻ ആണ് മോസ്റ്റ്ലി ഡിസ്ട്രിബ്യൂഷൻ പ്ലാറ്റ്ഫോം ആയിട്ട് നിൽക്കുന്നുണ്ടാവുക. നീ പറഞ്ഞ പ്ലാറ്റ്ഫോംസ് അല്ലാണ്ട് ഇങ്ങനെയുള്ള റോളുകൾ സെർച്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഇപ്പോൾ is there any other alternatives? ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഇപ്പം പബ്ലിഷ് ചെയ്യാത്ത ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് മിക്ക കമ്പനീസിന്റെ കയ്യിലും കാണും. അപ്പൊ നമ്മൾക്ക് ഇപ്പം നമ്മുടെ ഒരു കോമൺ ഫ്രണ്ട് ആണ് രാഹുൽ എന്ന് പറയുന്നത്. അപ്പൊ രാഹുല് യൂഷ്വലി നോഷനിൽ, നമ്മളെല്ലാരും നോഷനിൽ ഒരുപാട് വർക്ക് ചെയ്യാറുള്ളവരാണ്. അപ്പോ നോഷന്റെ കുറച്ച് യൂസ് കേസ് വെച്ചിട്ട് രാഹുല് കുറച്ച് സാധനങ്ങൾ ബിൽഡ് ചെയ്തായിരുന്നു. എങ്ങനെ അവർക്ക് കുറച്ചും കൂടെ നന്നായിട്ട് സ്റ്റുഡൻസിന്റെ ഇടയിലേക്ക് കുറച്ചും കൂടെ നന്നായിട്ട് എങ്ങനെ റീച്ച് കൂട്ടാം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ വെച്ചിട്ട് അവർ കുറച്ച് യൂസ് കേസ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളി വലിയൊരു സ്റ്റഡി പോലെയാണ്, ഒരു റിസർച്ച് പോലെയൊക്കെ നടത്തി എന്നിട്ട് കയ്യിൽ വെച്ചിരിക്കുവാണ്. അപ്പൊ നമ്മളെല്ലാരും കൂടെ മീറ്റ് ചെയ്തപ്പോ ഞങ്ങൾ നിർബന്ധിച്ചു, രാഹുൽ നീ നോഷൻ അയക്കുക, ഫൗണ്ടറിന് അയക്കുക, എന്താ സംഭവിക്കാൻ നമുക്ക് നോക്കാലോ. അങ്ങനെ ഇമെയിൽ ഐ ഡി ഒക്കെ തപ്പിപ്പിടിച്ച് ഒരു ദിവസം ഞങ്ങള് നോഷന്റെ ഫൗണ്ടർ സംതിങ് അതിന്റെ കുറച്ച് ഓക്കെ അപ്പം അയച്ചു കഴിഞ്ഞപ്പോ ലൈക്ക് ഒരു ജോലിക്ക് വേണ്ടിയിട്ടായിരുന്നു അയച്ചത്. ജോലിയല്ല, ഒരു ഇന്റേൺഷിപ്പ് പോലെ. അവനത് ഇംപ്ലിമെന്റ് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പം നിങ്ങൾക്കത് ചെയ്യാൻ വേണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാന്നൊക്കെയുള്ള രീതിയിൽ ഒരു പ്രപ്പോസലാണ് ആക്ച്വലി ചെയ്തത്. ടു ബി ഫ്രാങ്ക്, ആ ആള് ആക്ച്വലി റെസ്പോണ്ട് ചെയ്തു. വിത്തിൻ 2 days ആള് റെസ്പോണ്ട് ചെയ്തു. ആ ഒരു റെസ്യൂമെ കണ്ടിട്ട്, ആ ഒരു പ്രപ്പോസൽ കണ്ടിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്തു. ജോലി കിട്ടിയോ കിട്ടിയില്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ ഫാക്ടർ. ആ ഒരു മെയിൻ ഡിസിഷൻ മേക്കറിന്റെ കയ്യിൽ നിന്ന് നമുക്കൊരു റെസ്പോൺസ് ഇമെയിൽ കിട്ടുക എന്നുള്ളതാണ്. അവിടെ ജോലി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിട്ടല്ല നമുക്ക് ഓൾവേസ് ഒരു ജോലി കിട്ടുക. എസ്പെഷ്യലി ഓൺ നോൺ ടെക് ഫീൽഡ് അങ്ങനെയല്ല, ടെക് ഫീൽഡിലും അങ്ങനെയല്ല. ഓക്കെ, നമുക്ക് സ്കില്ലുണ്ടെങ്കിൽ ഓൾവേസ് എല്ലാ കമ്പനീസിനും എപ്പോഴും ഒരു ഓപ്പണിംഗ് എങ്കിലും കാണും നമ്മളെ ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈവൻ ദോ ഇപ്പൊ ഒരു ഓപ്പണിംഗ് ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ പേര്, നമ്മളിപ്പോ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ രാഹുലിന്റെ കേസിലാണെങ്കിൽ ഒരു റിസർച്ച് ഒക്കെ നടത്തി ഒരു പ്രൊപ്പോസലൊക്കെ അയക്കണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ അത്രയും എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് അത്രയും നല്ലൊരു പ്രൊപ്പോസൽ ആയിട്ട് അവർക്ക് അയക്കാൻ വേണ്ടി പറ്റുന്നത്. അത് യൂഷ്വലി കാണുന്ന എനിക്കൊരു ജോലി വേണം, എനിക്ക് ഇന്ന എക്സ്പീരിയൻസ് ഉണ്ട്, ഇന്നതാണ് എന്റെ ക്വാളിഫിക്കേഷൻ എന്നൊന്നും പറഞ്ഞിട്ടുള്ള ഒരു മെയിൽ ആയിരുന്നില്ല അത്. അപ്പം ആ ഒരു ഡിഫറൻസ് ഉള്ളത് കൊണ്ട് ഇപ്പോഴും അവരുടെ ഒരു മനസ്സിൽ ആ ഒരു ഇമെയിൽ ഒരു ഇമ്പോർട്ടൻസ് കാണും. ആൻഡ് ഓൾസോ ഡെഫിനറ്റ് ആയിട്ട് അവരത് ബുക്ക് മാർക്ക് ചെയ്ത് വെക്കും. ഇതുപോലെ തന്നെ നമ്മൾ ഡിഫറെന്റ് കമ്പനീസിൽ എങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പം ലിങ്ക്ഡിനിലാണെങ്കിലും നിങ്ങൾ ഓൾവേസ് നിങ്ങൾ HR-നെ പിങ് ചെയ്യാൻ നോക്കുമ്പോഴാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഹെഡ് ഓഫ് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ അയക്കുന്നതെന്നുണ്ടെങ്കിലും ഓൾവേസ് ലീവ് എ മാർക്ക്. ഓക്കെ, നിങ്ങളുടേതായിട്ടുള്ള ഒരു യുണീക്ക് സാധനം എന്താണ് എന്നുള്ള ഒരു കാര്യം അതിന്റെ ഉറപ്പായിട്ടും ആ ഒരു മെസ്സേജിലോ ആ ഒരു മെയിലിലോ നിങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി നോക്കുക. യൂഷ്വലി നിങ്ങൾ ഒരു ടെംപ്ലേറ്റ്, ഓക്കെ, എനിക്ക് ജോലി വേണം, എക്സ്പീരിയൻസ് എന്നതാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് എല്ലാവർക്കും അയക്കുന്നത് എല്ലാ കമ്പനീസിലും എന്നല്ല, ഒരു കമ്പനീസിലും വർക്ക് ആവത്തില്ല. കാരണം നമ്മളുടെ മനസ്സിൽ ഒരിക്കലും ആ ഒരു ആപ്ലിക്കേഷൻ നിൽക്കത്തില്ല. നമുക്ക് അപ്പൊ ഒരു ഓപ്പണിംഗ് ഇല്ലെങ്കിലും പിന്നീട് ഒരു ഓപ്പണിംഗ് വന്നാലും ഈ ഒരാളെ നമ്മൾ പെട്ടെന്ന് ഓർക്കത്തില്ല. പക്ഷെ നമ്മൾ ഓർക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ആ
ഒരു ഫാക്ടർ ഉണ്ടല്ലോ, ഒരു വാവ് ഫാക്ടർ. ആ ഫാക്ടർ എപ്പോഴും നമ്മൾ ലീവ് ചെയ്യണം നമ്മൾ എഴുതുന്ന മെസ്സേജിന്റെ അകത്ത്. നിങ്ങൾ ഒരിക്കലും ഒരു കോപ്പി പേസ്റ്റഡ് മെസ്സേജ് വെച്ചിട്ട് എല്ലാരും അപ്രോച്ച് ചെയ്തിട്ട് എനിക്കൊരു ജോലി കിട്ടും എന്നുള്ള ഒരു സാധനമല്ല. പക്ഷെ എന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും യുണീക്ക് ആയിട്ട് ആ ഒരു കമ്പനിക്ക് കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ ആ ഒരു റോളിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും യുണീക്ക് ആയിട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് ട്രൈ ഇമെയിലിംഗ്, കോൾഡ് ഇമെയിലിംഗ്, ഓർ ജസ്റ്റ് ലിങ്ക്ഡിനിൽ നിങ്ങൾക്ക് പിങ് ചെയ്ത് നോക്കാം. അതിന്റെ ഒരു ഡിസിഷൻ മേക്കറിന് നിങ്ങൾക്ക് പിങ് ചെയ്ത് നോക്കാം. ഇതൊരു നല്ല ഹാക്കാണ്. ഒരുപാട് പേര് പരീക്ഷിച്ച് ഫലം കണ്ടിട്ടുള്ള ഒരു ഹാക്കാണ്. നിങ്ങൾക്കും അത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. രാഹുലിന്റെ കേസ് പറഞ്ഞതുകൊണ്ടാണ് ഇറ്റ് വാസ് മോർ ലൈക്ക് ഒരു റിസർച്ച് കോണ്ടന്റ് എന്ന് വേണമെങ്കിൽ പറയാം, റാദർ ദാൻ എ പ്രപ്പോസൽ. അവൻ അത്രയും എഫേർട്ട് ഇട്ടിട്ട് നോഷന്റെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നോഷൻ ആസ് എ പ്രൊഡക്റ്റ് അവൻ അത്രയും എക്സ്റ്റെൻസീവ്ലി യൂസ് ചെയ്യുന്നതാണ്. സോ അതുകൊണ്ട് ഇന്ന കാര്യങ്ങൾ ബെറ്റർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരിലേക്ക് എത്താന്ന് പറഞ്ഞിട്ടാണ് അവനത് ഡ്രാഫ്റ്റ് ചെയ്തതും ബിൽഡ് ചെയ്ത് അവനത് ഫണ്ണായിട്ട് ചെയ്തതാണ്. നമ്മൾ നിർബന്ധിച്ചത് കൊണ്ട് അയച്ചു. ആൻഡ് ഹി ഗോട്ട് എ റെസ്പോൺസ്. ആൻഡ് അത് നോഷന്റെ ഹെഡ് ഓഫ് കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. സോ ഇപ്പൊ പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും, ഈവൻ ഫോർ MNCs ഈ കോൾഡ് ഇമെയിലിംഗ് വർക്ക് ചെയ്യില്ല എന്നുള്ളത്. MNCസിൽ ഇപ്പോൾ ഗൂഗിൾ അല്ലെങ്കിൽ ഫാങ് ആ റേഞ്ചിലുള്ള കമ്പനീസിൽ ചിലപ്പോൾ അത് വർക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല. കാരണം അവർക്ക് ഒരു കോൾഡ് ഇമെയിൽ വഴി പെട്ടെന്നൊരു ഹയറിംഗ് പോസിബിൾ അല്ല. ബട്ട് ദർ ആർ സം സെറ്റ് ഓഫ് കമ്പനീസ് ഇതിന്റെ ഒരു മിഡിൽ നിൽക്കുന്ന ആൾക്കാർ. എന്നുവെച്ചാൽ ടിപ്പിക്കൽ സ്റ്റാർട്ടപ്പ് അല്ല, ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്, എന്നാൽ അത്രയും ഹ്യൂജ് സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉള്ള എക്സ്റ്റൻഷനിലേക്ക് അവർ എത്തിയിട്ടുമില്ല. അപ്പൊ ആ സമയങ്ങളിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടപ്സ് അല്ലാത്ത സ്പേസസിലും ഇത് നോക്കാം. ഓക്കെ. ആൻഡ് ഈവൻ ഇഫ് യു ആർ നോട്ട് ജസ്റ്റ് ഇമെയിലിംഗ്, ലിങ്ക്ഡിനിൽ റീച്ച് ഔട്ട് ചെയ്യുകയാണെങ്കിലും റാൻഡംലി ഒരു മെസ്സേജ് അയക്കുന്നതിന് പകരം ഇഫ് യു ക്യാൻ മേക്ക് ഇറ്റ് സംവാട്ട് പേഴ്സണലൈസ്ഡ് ആയാൽ തന്നെ ആൾക്കാർ അതിന് ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്യും. കാരണം ഞാൻ ലിങ്ക്ഡിൻ ഇപ്പൊ കുറെ AI ഫീച്ചേഴ്സ് പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതില് ഈവൻ DMസിൽ പോലും റാൻഡംലി ആൾക്കാർക്ക് മെസ്സേജ് അയക്കാൻ യു ഡോണ്ട് ഹാവ് ടു ഈവൻ ടൈപ്പ്, അത്രയും ഈസി ആയിട്ടുണ്ട്. സോ AI വെച്ചിട്ടുള്ള കണ്ടന്റ് ആണെങ്കിൽ അത് പെട്ടെന്ന് മനസ്സിലാവും. എനിക്കൊന്ന് ലേക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഒത്തിരി മെയിൽസ് കാണുന്നത് കൊണ്ടും അല്ലായിരിക്കാം. AI വെച്ചിട്ട് എഴുതിയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ സ്പോട്ട് ചെയ്യാൻ പറ്റും. അതല്ല, ഒരാൾ എഫേർട്ട് ഇട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും. സോ ദാറ്റ് എഫേർട്ട് വിൽ ഷുവർലി ലീവ് എ മാർക്ക്. ഇനി യെസ്, എനിക്ക് ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്യാനുണ്ട്. ഇപ്പം കോൾഡ് ഇമെയിലിംഗും ഈ ലിങ്ക്ഡിനിൽ പിങ് ചെയ്യുന്ന ഒന്നും അല്ലാതെ വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്. നമ്മൾ ഈയിടെ നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരിക്കും മേ ബി, ഞാൻ ഏത് കമ്പനിയിലേക്കാണെന്ന് മറന്നുപോയി. പക്ഷെ ഒരു ഓപ്പൺ പ്രപ്പോസൽ പോലെ എനിക്ക് തോന്നുന്നു ഒരു ഡിസൈൻ ആയിരുന്നു എന്ന് തോന്നുന്നു, ഗിറ്റ്ഹബിന്റെ ആയിരുന്നു എനിക്ക് ഡൗട്ട് ഉണ്ട്. ഓക്കെ, ഒരു ഓപ്പൺ പ്രപ്പോസൽ ഒരാൾ ഒരു പോസ്റ്റ് ചെയ്യുവാണ്, എനിക്ക് ഡിസൈനിങ്ങിൽ ഒരു ജോലി വേണമെന്ന് താല്പര്യമുണ്ട്, ഇതാണ് ഞാൻ ചെയ്ത വർക്കുകൾ എന്ന് പറഞ്ഞിട്ട് കമ്പനിയുടെ ഫൗണ്ടറെ ജസ്റ്റ് മെൻഷൻ ചെയ്ത് ഹെഡ് ഓഫ് ഡിസൈൻ ഒക്കെ മെൻഷൻ ചെയ്തിട്ട് ഒരു ഓപ്പൺ പ്രപ്പോസൽ ജോബ് ആപ്ലിക്കേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് നിങ്ങൾ ബിലീവ് ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇപ്പോഴും ആ പോസ്റ്റ് ലിങ്ക്ഡിനിൽ കാണും. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ചെക്ക് ചെയ്യാം. നമുക്ക് പറ്റുവാണെങ്കിൽ നമ്മൾ ഈ യൂട്യൂബ് നമ്മളെ ഡിസ്ക്രിപ്ഷന്റെ താഴെ നമ്മൾ അത് കൊടുക്കാം. ഓക്കെ, ആ ഒരു ലിങ്കില് ആ ഹെഡ് ഓഫ് കമ്മ്യൂണിറ്റി, ഹെഡ് ഓഫ് ഡിസൈൻ വന്നിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ജോലി തരാം എന്നൊക്കെ പറഞ്ഞിട്ട്, വി ആർ സോ ഇംപ്രസ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ ഒരു ആളുടെ അക്കൗണ്ടിന് ഒത്തിരി റീച്ച് ഒന്നുള്ള അക്കൗണ്ട് ആയിരുന്നില്ല. പക്ഷെ ഈ പോസ്റ്റ് സംഹൗ ഇയാളുടെ ഫീഡിൽ എത്തുകയും ഇയാൾ അതിനെ റെസ്പോണ്ട് ചെയ്യുകയും ആൾക്കൊരു ജോലി കിട്ടുകയും ചെയ്തു അതുവഴി. അപ്പം നമുക്ക് ഏതൊക്കെ പോസിബിൾ വേ ഉണ്ടോ അതെല്ലാം യൂസ് ചെയ്യുക ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഒരു കഴിവുണ്ട്, നിങ്ങൾക്ക് ഇന്ന കമ്പനിയാണ് നിങ്ങൾ എയിം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി ട്രൈ ഓൾ ദി വേ. ഓക്കെ, ഇത് വർക്ക് ചെയ്യും, അത് കാരണം ഞാൻ ഇനി ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഇരിക്കരുത്. ഇത് വർക്ക് ചെയ്തോട്ടെ ഇല്ലാട്ടെ, ഒരെണ്ണം ചെയ്യുക, അടുത്ത ചെയ്യുക, മൂവ് ഓൺ. ഓക്കെ, ഒരിക്കലും അപ്ലൈ ചെയ്തു എനിക്ക് റെസ്പോൺസ് വരും ഇനി ഞാൻ ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു നല്ല കാര്യമാകത്തില്ല. പറഞ്ഞ ടിപ്പിക്കൽ എക്സാമ്പിള് ക്രെഡിലാണ്. സോ അതൊരു സ്റ്റുഡന്റ് ഡിസൈനർ ആണ്. അവൻ 3D വർക്ക് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. പുള്ളിക്കാരൻ ആക്ച്വലി ഏതെങ്കിലും ഒരു റാൻഡം സാധനമല്ല, ക്രെഡിന് വേണ്ടിയിട്ട് തന്നെ ഒരു 3D വർക്ക് സ്വയം ചെയ്തിട്ട് പുള്ളി ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്തു. ഇതുപോലെ ക്രെഡിന്റെ CEO കുനാൽ ഷായും ഹെഡ് ഓഫ് ഡിസൈൻ ഹരീഷ് രമേശിനെ മെൻഷൻ ചെയ്തിട്ട് ആക്ച്വലി ആ പോസ്റ്റ് കണ്ടിട്ട് ആൾക്കാർ, അത് ഒബ്വിയസ്ലി ലിങ്ക്ഡിനിൽ അത് കുറച്ച് വൈറലായി. അങ്ങനെ അതിന്റെ ഹെഡ് ഓഫ് ഡിസൈൻ കണ്ടു. പിന്നീട് എനിക്ക് തോന്നുന്നു പുള്ളി ഇന്റേൺ ആയി. അതിനുശേഷമുള്ള കഥ എനിക്കറിയില്ല. എന്തായാലും ഇന്റേൺഷിപ്പ് കിട്ടിയിട്ടുണ്ട്. സോ ഇത് ഒരു സക്സസ് സ്റ്റോറിയാണ്. ഇതല്ലാണ്ട് ഒരുപാട് ആൾക്കാർ ഇപ്പൊ റീസെന്റ് ഇത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ലിങ്ക്ഡിനിൽ സ്പെസിഫിക്കലി
ഈ മാർക്കറ്റിംഗിലൊക്കെ വരുന്ന ആൾക്കാർ ലൈക്ക് വൈ യു ഷുഡ് ഹയർ മീ എന്ന് പറഞ്ഞാൽ ഞാൻ ഇൻട്രസ്റ്റിംഗ്ലി ഒരാള് സൊമാറ്റോയ്ക്ക് വേണ്ടിയിട്ട് ഇതുപോലെ സ്ലൈഡ്സ് ആയിട്ട് ഒരെണ്ണം ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. വൈ യു ഷുഡ് ഹയർ മീ ആസ് എ മാർക്കറ്റിയർ എന്ന് പറഞ്ഞിട്ട്. അത് ഫുള്ളി സൊമാറ്റോയുടെ ബ്രാൻഡിങ്ങും അതുപോലെ തന്നെ സൊമാറ്റോയുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജും ഒക്കെ യൂസ് ചെയ്ത് അവരുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പോലെ ഭയങ്കര രസമായിട്ട് പുള്ളിക്കാരി അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ദർ ആർ സോ മെനി തിങ്സ്. വേറെ ഗിറ്റബിൽ ഹയർ ചെയ്ത ഒരു എഞ്ചിനീയറിന്റെ കഥയുണ്ട്. പുള്ളിക്കാരി ആക്ച്വലി ബിൽഡ് ചെയ്തൊരു സാധനം ഈ ഗിറ്റബിന്റെ ഞാനത് മറന്നുപോയി, ഞാനത് ലിങ്ക് ചെയ്ത് തരാം. സോ ഗിറ്റബിന്റെ API വെച്ചിട്ട് പുള്ളിക്കാരി ഒരു സാധനം ബിൽഡ് ചെയ്തു. ലൈക്ക് രണ്ട് പ്രൊഫൈൽസ് തമ്മിൽ കമ്പയർ ചെയ്യാനുള്ള രീതി, രണ്ടാൾക്ക് ഡെവലപ്പേഴ്സിന്റെ ഗിറ്റബ് പ്രൊഫൈലിൽ എത്ര സ്ട്രെങ്ത് ഉണ്ട് എന്നൊക്കെ കമ്പയർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫൺ ഗെയിം പോലെ പുള്ളിക്കാരി ചെയ്തതാണ്. പക്ഷെ ഇത് ഗിറ്റബിൽ ഉള്ള ആൾക്കാർ കണ്ടിട്ട് ഇതിന്റെ അണ്ടർലൈനിൽ പുള്ളിക്കാരി ബിൽഡ് ചെയ്ത ടെക് അവർക്ക് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ഗിറ്റബിൽ ജോയിൻ ചെയ്തെന്ന് ചോദിച്ചു. ആൻഡ് ഷി എൻഡഡ് അപ്പ് ബിക്കമിങ് എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഞാൻ ആ പ്രൊഫൈൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ദാറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട്. ആൻഡ് ദിസ് വിൽ വർക്ക്, പുട്ടിങ് യുവർ വർക്ക് ഔട്ട് ഇൻ ദി ഓപ്പൺ മൈറ്റ് ലോട്ട്. ഇപ്പോൾ നീ HR റോളിന്റെ സമയത്ത് മെൻഷൻ ചെയ്തിരുന്ന സാധനമാണ് സോഴ്സിങ്. ഓക്കെ, വെൻ ഇറ്റ് കംസ് ടു ഫ്രഷേഴ്സ് എസ്പെഷ്യലി ഫോർ മാൻ കമ്പനീസ് ഒരുപാട് ഹ്യൂജ് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് വരും. വേറെ ഒരു കുഞ്ഞു കമ്പനിയാണ്, ഒരു സ്റ്റാർട്ടപ്പ് ആണ്, അത്രയും പോപ്പുലർ അല്ല എന്നുണ്ടെങ്കിൽ അത്രയും എന്താ പറയില്ല, ഇൻടേക്ക് വരില്ല, ഇത്തരം ആപ്ലിക്കേഷൻസ് ഇങ്ങോട്ടേക്ക് വരില്ല. യു ഹാവ് ടു ഫൈൻഡ് ദ റൈറ്റ് കൈൻഡ് ഓഫ് ടാലന്റ്. ഇത് ഫാൻ കമ്പനീസിലും ഉണ്ട്. ഫ്രഷേഴ്സ് അല്ലാത്ത ബാക്കി പല റോളുകളിലും എനിക്കറിയാം ആൾക്കാർ സോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പല പ്ലാറ്റ്ഫോംസിലും സെർച്ച് ചെയ്യുന്നതല്ല. അപ്പോൾ ഒരു ഓപ്പണിംഗ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് എൻ HR എങ്ങനെയാണ് നിങ്ങൾ ആ ഒരു ടാലന്റിനെ സ്കൗട്ട് ചെയ്യുന്നത്? ഓക്കെ, ഫസ്റ്റ്ലി നമ്മള് വന്നിരിക്കുന്ന ആപ്ലിക്കേഷൻസ് ഡെഫിനറ്റ് ആയിട്ട് നോക്കും. കാരണം നമുക്ക് ചിലപ്പം കുറച്ച് 2-3 ജെംസ് ഒക്കെ ആപ്ലിക്കേഷൻസ് കിട്ടിയെന്നിരിക്കും. അപ്പൊ നമ്മൾ ഉറപ്പായിട്ടും ആപ്ലിക്കേഷൻസ് തപ്പാറുണ്ട് എല്ലാ ദിവസവും. അപ്പാർട്ട് ഫ്രം ആപ്ലിക്കേഷൻ നമ്മള് നൗക്കരി നോക്കാറുണ്ട്, ലിങ്ക്ഡിൻ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പൊ ടെക് ജോബ്സിന്റെ നോൺ ടെക് ജോബ്സിന്റെ കേസ് ആണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ലിങ്ക്ഡിൻ, നൗക്കരി, IIM ജോബ്സ് ഈ പോർട്ടൽസ് ഒക്കെയാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. ഇനി അല്ല ടെക് ജോബ്സിന്റെ കേസാണ് നിങ്ങൾ ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ഗിറ്റ് ഹബ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെന്താണ്, സ്റ്റാക്ക് ഓവർഫ്ലോ, ഡേറ്റ സയന്റിസ്റ്റ് ആണ് കാഗൽ, ഇങ്ങനത്തെ പ്ലാറ്റ്ഫോംസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഈവൻ നിങ്ങൾ ഗൂഗിളിൽ ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഒരു പോർട്ട്ഫോളിയോ ആണ് ബിൽഡ് ചെയ്തേക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ബൂലിയൻ സെർച്ചസ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ എക്സറെ സെർച്ച് എന്ന് പറയും. അപ്പം അങ്ങനെ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിലാണെങ്കിലും നമ്മൾ കീവേഡ്സ് ഇട്ടിട്ട് ഗൂഗിളിൽ തന്നെ തപ്പാറുണ്ട്. ആരെങ്കിലും ഉണ്ടോ, സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടോ, എന്താണ് അവർ ചെയ്തിരിക്കുന്നതെന്നൊക്കെ നമ്മൾ അവിടെ തന്നെ നോക്കാറുണ്ട്. ഏത് ജോലിയാണെങ്കിലും ലിങ്ക്ഡിൻ ആൻഡ് നൗക്കരി ഈസ് കോമൺ ഫോർ എവ്രി വൺ. IIM ജോബ്സ് നമ്മൾ ടെക് ജോബ്സിന് പ്രിഫർ ചെയ്യാറില്ല. ഇപ്പം റീസെന്റ് ആയിട്ട് നൗക്കരി പുതിയൊരു ഒരു പ്ലാറ്റ്ഫോം കൊണ്ടുവന്നിട്ടുണ്ട്. ബിഗ് ഷിഫ്റ്റ് എന്നാണ് അതിന്റെ പേര്. ഓക്കെ, അത് കുറച്ചും കൂടെ ടെക്നിക്കൽ ജോബ്സിന് വേണ്ടി മാത്രമായിട്ട് നൗക്കരി കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്ലേസ് ആണ്. എനിക്ക് തോന്നുന്നു അത് കുറച്ച് എന്താ ഒരു ടെക് വേൾഡിൽ ഒരു ഡിഫറൻസ് കൊണ്ടുവരാൻ വേണ്ടി സാധ്യതയുണ്ട് ഹയറിംഗിന്റെ കേസിൽ കമ്പയർഡ് ടു നൗക്കരി ആൻഡ് IIM ജോബ്സ്. ഇതെല്ലാം ഇൻഫോ എഡ്ജ് എന്ന് പറയുന്ന സെയിം കമ്പനിയുടെ തന്നെ സബ്സിഡറി ആയിട്ട് അവർ കൊണ്ടുവന്ന പ്ലാറ്റ്ഫോംസ് ആണ്. പക്ഷേ ബിഗ് ഷിഫ്റ്റ് എന്ന് പറയുന്ന സ്പെസിഫിക് പ്ലാറ്റ്ഫോം കുറച്ച് നല്ല ഹയറിംഗ്സ് കൊണ്ടുവരാൻ വേണ്ടി സാധ്യത ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. സോ നിങ്ങൾ ഒരു ടെക് ജോബ് നോക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും ആ ഒരു സൈറ്റ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വേറെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം വിമന്റെ കാര്യം സ്പെസിഫിക്കലി പറയുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ഇവന്റ്സ്, ഇപ്പൊ GHCI അല്ലെങ്കിൽ വുമൺ ടെക് മേക്കേഴ്സ് അങ്ങനെയൊക്കെ പറയുന്ന ക്വാൾകം സ്കോളർഷിപ്പ്, ഒരുപാട് സ്കോളർഷിപ്സുകൾ ഇപ്പോൾ ഉണ്ട് വിമന്. അപ്പം ഫ്രഷേഴ്സിന്റെ കേസിൽ നമ്മൾ അവിടെ പോയിട്ട് ഹയർ ചെയ്യാറുണ്ട്. ഈ സ്റ്റുഡന്റ് പ്രോഗ്രാംസ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് വേർട്ടിക്കല് ബിഗ് കമ്പനീസിനുണ്ട്. അപ്പൊ അവർ അവിടെ പോയിട്ട് സ്റ്റോൾ ഇട്ട് ഇന്റർവ്യൂസ് ചെയ്ത് എടുത്ത ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണേൽ അത് ട്രൈ ചെയ്യാം. ആൻഡ് ഓൾസോ ഇപ്പൊ നോൺ ടെക് കേസിന്റെ സൈഡിലാണെങ്കിൽ അൺസ്റ്റോപ്പ് എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് വെബ്സൈറ്റ് ഉണ്ട്. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ കോളേജ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ അകത്ത് എല്ലാത്തിലും അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ നിങ്ങൾക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിന്റെ അകത്ത് എന്ന് വെച്ചാൽ കുറെ കോമ്പറ്റീഷൻസും ഉണ്ട്. ഇപ്പൊ IIM പോലത്തെ കോളേജസിൽ നടക്കുന്ന കുറെ കോമ്പറ്റീഷൻസ് അല്ലെങ്കിൽ കമ്പനീസ് കൊണ്ടുവരുന്ന, ഇപ്പം ആമസോൺ ആണെങ്കിൽ ഈയിടെ ഹാക്കോൺ എന്ന് പറയുന്ന ഒരു കോമ്പറ്റീഷൻ കൊണ്ടുവന്നത് ഒരു കോഡിംഗ് ചലഞ്ച് ആണ്. അതുപോലെ തന്നെ ഗൂഗിളിനും ഗൂഗിൾ ഗേൾസിന് വേണ്ടി തന്നെ ആയിട്ട് ഹാക്കത്തോൺസ് ഒക്കെ ചെയ്യാറുണ്ട്. എല്ലാ കമ്പനീസും ചെയ്യാറുണ്ട് കേട്ടോ, ഞാൻ എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. അപ്പം ഈ കുറച്ച് സ്പെസിഫിക് സെറ്റ് സാധനങ്ങളൊക്കെ ഇവര് അൺസ്റ്റോപ്പിലായിരിക്കും
ലിസ്റ്റ് ചെയ്യാറുണ്ടാവുക, അല്ലെ അൺസ്റ്റോപ്പിൽ നിന്നായിരിക്കും ഇവർ ആപ്ലിക്കേഷൻസ് കൂടുതലായിട്ടും എടുക്കാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഒരു അക്കൗണ്ട് തുടങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതൽ വിസിബിലിറ്റി ഈ സാധനങ്ങളിലേക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ അവിടെ നോട്ട് ചെയ്യേണ്ട പോയിന്റ്സ്, നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയോ നിങ്ങളുടെ കോളേജോ അൺസ്റ്റോപ്പിൽ ലിസ്റ്റ് ചെയ്തിരിക്കണം. ഇപ്പോ ഈ സ്പെസിഫിക്കലി അല്ലെങ്കിൽ വിമൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞതുകൊണ്ട് ആണ് ഒരുപാട് ആൾക്കാർ ഈ ഡൈവേഴ്സിറ്റി ഹയറിങ്ങിന് എതിരെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, അതിനെ വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ബിഹൈൻഡ് ദ സീൻസ് അല്ലെങ്കിൽ എന്താ പറയുക, ഓപ്പോസിറ്റ് നിൽക്കുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇത്രയും ഹയറിങ് നടന്നിട്ടും ഇപ്പോഴും ആ ഒരു മിസ്മാച്ച് മാറിയിട്ടില്ല. വർഷങ്ങളായിട്ട് വിപിൻ ടെക്കും അല്ലെങ്കിൽ എല്ലാ സാധനങ്ങളും നടക്കുന്നുണ്ട്. ഇപ്പോഴും ഒരു മിസ്മാച്ച് പല സ്ഥലങ്ങളിലും കാണാറുണ്ട്. ആൻഡ് സ്പീക്കിംഗ് ഫ്രം മൈ പേഴ്സണൽ എക്സ്പീരിയൻസ്, ഞാൻ ഇന്ത്യയിൽ ലീഡർഷിപ്പ് റോളുകളിൽ വിമനെ കണ്ടിട്ടുള്ളത് വളരെ കുറവാണ് കമ്പയർഡ്. വേറെ വെസ്റ്റിലേക്ക് നോക്കുമ്പോഴത്തേക്കും എനിക്ക് ആ ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഫിഗ്മയിൽ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ മാനേജറിന്റെ മാനേജർ, അതിന്റെ മാനേജർ എല്ലാം വിമനാണ്. ഞാൻ റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, എൻ്റെ ടീംമേറ്റ്സിൽ ഞങ്ങൾ 5 പേരായിരുന്നു ഫിഗ്മയുടെ കമ്മ്യൂണിറ്റി മൊത്തത്തിൽ ലീഡ് ചെയ്തിരുന്നത്. ഐ മീൻ എൻ്റെ ഫിഗ്മ കമ്മ്യൂണിറ്റി ടീം എന്ന് പറയുന്നത് 5 പേരിൽ ഞാൻ മാത്രമേ മെന്നായിട്ടുള്ളൂ, ബാക്കി എല്ലാവരും വിമനാണ്. ഈവൻ ദ മാർക്കറ്റിംഗ് ടീം ആണെങ്കിൽ പോലും അതിന്റെ ലീഡർഷിപ്പ് റോളുകളിലും എല്ലാം ആൾക്കാരുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബോണ്ടിങ് എപ്പോഴും ഉണ്ട്. അങ്ങനെ എന്നെ മാനേജ് ചെയ്യുന്ന ഒരു വിമൻ ആണെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും എന്താ പറയുക, ഒരു ഇൻഫീരിയോറിറ്റിയോ അങ്ങനെ ഒന്നും ഒരിക്കലും ആർക്കും ഫീൽ ചെയ്തിട്ടില്ല. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വർക്ക് കൾച്ചർ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, വിച്ച് ഇസ് സംതിങ് ദാറ്റ് ഐ മിസ് ഇൻ എ ലോട്ട് ഓഫ് കമ്പനീസ്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ എനിക്ക് ചില സമയത്ത് ലിങ്ക്ഡിനിലൊക്കെ ഇങ്ങോട്ടൊക്കെ റിക്വസ്റ്റ് വരാറുണ്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓപ്പൺ ആണോ റോളിന് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ പല സമയത്തും ഞാൻ സംസാരിച്ച് വരുമ്പോഴത്തേക്കും ദേ ഡോണ്ട് ഈവൻ കെയർ അബൌട്ട് കൾച്ചർ. ചില കമ്പനീസ് ആണ് ഞാൻ പറയുന്നത്, എനിക്ക് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ചില ആൾക്കാർ കെയർ ചെയ്യാറില്ല. അതുപോലെ തന്നെ CTC ഒക്കെ വളരെ രസമാണ്. ഐ മീൻ ഫിഗ്മയിലെ എൻ്റെ ഇതെന്തായിരുന്നു എന്നുള്ളത് ലേക്കറിയാൻ ഞാൻ പറയുന്നില്ല. ഒരു സംവാട്ട് റിയലി ഗുഡ് പാക്കേജ്. ഇപ്പോൾ ഒരാൾ ലിങ്ക്ഡിനിൽ എനിക്ക് ഓഫർ ചെയ്ത സമയത്ത് ഞാൻ ചോദിച്ചു എന്താണ് നിങ്ങളുടെ എക്സ്പെക്ടഡ് റേഞ്ച് എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് കേരളത്തിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും മികച്ച റേഞ്ച് ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് 4 LPA സജസ്റ്റ് ചെയ്തു. അപ്പോൾ ദർ ആർ തിങ്സ് ലൈക്ക് ദാറ്റ്, അങ്ങനെ ഹാപ്പൻ ചെയ്യാറുണ്ട്. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഒരിക്കലും 4 LPA ബാഡ് ആണെന്നുള്ള രീതിയിലല്ല കേട്ടോ ഞങ്ങൾ ചിരിച്ചത്. ബാഡ് ആണെന്നല്ല പറഞ്ഞത്. റീച്ച് ഔട്ട് ചെയ്യുമ്പോൾ ബേസിക്കലി നിങ്ങൾ ഒരു റിസർച്ച് നടത്തുക. എന്താണ്, ഐ മീൻ എന്റെ കൊളീഗ് എച്ചാസിനോട് തന്നെയായിരിക്കും ഞാൻ പറയുന്നത്, ഒരു റിസർച്ച് നടത്തുക. എന്താണ് ആളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കുക, ആൾക്ക് എത്ര സാലറിയിലായിരിക്കും ആളിപ്പോ നിൽക്കുക, നമുക്ക് ഏകദേശം ഒരു പ്രൊഫൈൽ കണ്ടാൽ മനസ്സിലാവുമല്ലോ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ആ ഒരു ടാർഗറ്റ് ചെയ്ത് റീച്ച് ഔട്ട് ചെയ്താൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. കാരണം ഇല്ലാത്തവരെ നമ്മൾ റീച്ച് ഔട്ട് ചെയ്യുന്ന നമ്മുടെ ടൈം തന്നെ വേസ്റ്റ് ആണ്. അപ്പം അങ്ങനെ റീച്ച് ഔട്ട് ചെയ്തിട്ട് എത്ര ഉപകാരം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ ഡൈവേഴ്സിറ്റി സെറ്റ് ഇപ്പം അദ്ദേഹം ഇങ്ങനെ മെൻഷൻ ചെയ്തോണ്ട് ഞാൻ പറയാണ്, നേരാണ്. വുമൺ ഇൻ ടെക് അല്ലെങ്കിൽ ഈ വുമൺ ഇൻ ടെക് ഒക്കെ വരാൻ തന്നെ കാരണം, ഒരു ഇനിഷ്യേറ്റീവ് വരാൻ വേണ്ടി കാരണം നമുക്ക് വുമൻസ് ടെക്നോളജി ഫീൽഡിൽ ഒരുപാട് കുറവാണ് എന്നുള്ളത് കാരണമാണ്. ഈവൻ വുമൺ ഇൻ ലീഡർഷിപ്പ് എന്ന് പറയുന്ന പുതിയൊരു ടേം ഇപ്പൊ ഉയർന്നു വന്നിട്ടുണ്ട്. ഇറ്റ്സ് ബിക്കോസ് വുമൺ ലീഡർഷിപ്പിൽ ഒരുപാട് പിന്നിലേക്കാണ്. അല്ലെങ്കിൽ മെന്നിനെ കാണുന്ന അത്രയും നമുക്കൊരു 100 മെൻ ഉണ്ടെങ്കിൽ ഒരു 20 വുമണിനെ കണ്ടെത്താൻ തന്നെ ഡിഫിക്കൽട്ട് ആണെന്ന് ഞാൻ പറയും. ഇറ്റ്സ് ബിക്കോസ് നമ്മുടെ ഏർലി കരിയറിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ യൂഷ്വലി നമ്മൾ അങ്ങ് ഒരു കംഫർട്ട് സോണിൽ ഇരുന്ന് പോകും. ഒരു 3 years 4 years 5 years ഒക്കെ നമ്മൾ ഒരു കമ്പനി ഇരുന്നിട്ട് നെക്സ്റ്റ് നമ്മൾ ഒരു ജമ്പിന് വേണ്ടി നോക്കുകയാണ്. ഈവൻ നിങ്ങൾ ഒരു കമ്പനിയിൽ കുറെ നാള് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാനൊന്നും പറയില്ല. പക്ഷേ നിങ്ങൾക്കൊരു പ്രോപ്പർ എന്താണ് ഒരു ഗ്രോത്ത് ഇല്ല ഒരു കമ്പനിയിൽ എന്ന് നിങ്ങൾ കണ്ട, ഡെഫിനറ്റ് ആയിട്ടും ദാറ്റ്സ് എ ടൈം ടു സ്റ്റാർട്ട് തിങ്കിങ് അബൌട്ട് വാട്ട് വി ക്യാൻ ഡു നെക്സ്റ്റ്. ഓക്കെ, ഈ ഒരു സാധനത്തിൽ നിങ്ങൾ എന്തായാലും എപ്പോഴും നിങ്ങൾ ഈ ഒരു സാധനം തിങ്ക് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോ നമ്മളൊരു 30-35 ഏജ് ഒക്കെ ആവുമ്പോൾ അടുത്ത ജനറേഷൻ വരും അല്ലെ, നമ്മുടെ വർക്കിലേക്ക് അടുത്ത ജനറേഷൻ വരും. അപ്പൊ നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള ഒരു സംഭവം, നമ്മളിപ്പോ ഒരു സ്പെസിഫിക് റോളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ആ ഡൊമൈനിൽ നമ്മൾ ഏകദേശം എല്ലാ ഫീൽഡും ക്യാപ്ചർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി ഫീൽഡ് ഔട്ട് ആയി പോകും. അതായത് പുതിയ ആൾക്കാർ വരുമ്പോൾ അവർക്ക് ലെസ് പാക്കേജിൽ ആ ഒരു ജോലി കൊടുക്കാം. നമ്മൾ ആ സെയിം സാധനമാണ് നമ്മൾ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് കുറച്ച് സീനിയർ ആയിട്ട് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഫീൽഡ് ഔട്ട് ആയി പോകും. അപ്പൊ ഞാൻ സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ഗ്രോത്ത് ഇല്ല. ഇപ്പൊ ഞാൻ എപ്പോഴും വിചാരിക്കുന്നതാണ്, മൺഡേ എന്ന് പറയുന്ന ഒരു ഡേ എനിക്ക് ജോലിക്ക് കയറാൻ എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ
that is the right time to start about change. ഓക്കെ, എപ്പോഴും അതാണ് നമ്മുടെ റെസ്യൂമെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തേക്കണം. ഇത് ഞാൻ എന്റെ സീനിയർ മാനേജർ ഒരു മീറ്റിംഗിൽ പറഞ്ഞ് ഞാൻ കേട്ടതാണ്. അതായത് എല്ലാ മാസവും എല്ലാ 3 months കൂടുമ്പോഴും ആളുടെ റെസ്യൂമെ അപ്ഡേറ്റ് ചെയ്യും. സീനിയർ മാനേജർ ആണ്, നല്ല സാലറി ഉള്ള ആളാണ്. അപ്പം ആ ഒരാള് എന്തുകൊണ്ടാണ് എല്ലാ മാസവും എല്ലാ 3 മാസം കൂടുമ്പോഴും CV അപ്ഡേറ്റ് ചെയ്യുന്നത്? ആള് കംഫർട്ടബിൾ ആണ്, കുറെ നാളായി ഇപ്പൊ എന്റെ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യുന്നു. അപ്പൊ അത് തന്നെ ഞാൻ ചിന്തിച്ചു എന്തുകൊണ്ടായിരിക്കും. അപ്പൊ ആളത് കഴിഞ്ഞിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ലൈക്ക് നമ്മൾ ചിലപ്പോൾ കുറെ നാൾ കൂടി ഒരു 5 വർഷം കഴിഞ്ഞ് നമ്മൾ തിങ്ക് ചെയ്യുകയാണ് ഒരു ചേഞ്ചിനെ പറ്റി. നമ്മൾ ഫസ്റ്റ് ഇയറിലെ കമ്പനിയിൽ ഉണ്ടാക്കിയ ഒരു ചേഞ്ച്, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്ത ഒരു ഇമ്പോർട്ടന്റ് പ്രോജക്ട്, അതിന്റെ ഒരു ഔട്ട്കം എല്ലാം നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഈ 3 മാസം കൂടുമ്പോൾ നമ്മുടെ അച്ചീവ്മെന്റ്സ് നമ്മൾ ഈ റെസ്യൂമിൽ അപ്ഡേറ്റ് ചെയ്താൽ ഇറ്റ്സ് ലൈക്ക് എ CV. ഓക്കെ, ഇറ്റ്സ് നോട്ട് എ റെസ്യൂമെ. അപ്പൊ CV-യിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുവാണ്, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു നോഷൻ ഡോക്സോ ഗൂഗിൾ ഡോക്സോ എടുത്തിട്ട് നിങ്ങൾ ഈ ഒരു സാധനം അപ്ഡേറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു റെപ്പോസിറ്ററി പോലെ നിങ്ങൾ എന്തൊക്കെയാണ് ഒരു കമ്പനിയിൽ ചെയ്തത്, അതിന്റെ ഒരു ഔട്ട്കം എന്തായിരുന്നു, ഈ സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് ഒരുമിച്ച് കിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യും, ഇപ്പൊ ഇമെയിൽസിലാണെങ്കിൽ നിങ്ങൾ ഒരു ഫോൾഡർ ഉണ്ടാക്കി വെക്കുക. ഇപ്പം എന്റെ HR-ന്റെ കാര്യം പറയുവാണെങ്കിൽ കാൻഡിഡേറ്റ് ഒരു അപ്രീസിയേഷൻ തന്നെയായിരിക്കും നമുക്ക്. നിങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് നല്ലതായിരുന്നു, ഐ ഗോട്ട് എ ജോബ്, അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു ഇന്റർവ്യൂവിന് പ്രെപ്പ് ചെയ്തു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ കാൻഡിഡേറ്റ് ഒരു അപ്രീസിയേഷൻ മെയിൽ എഴുതുന്നതായിരിക്കും. ചിലപ്പോൾ നമ്മുടെ മാനേജേഴ്സ് ഒരു അപ്രീസിയേഷൻ മെയിൽ, ഈ ഒരു പ്രോജക്റ്റിൽ നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്തു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് ചിലപ്പോൾ മെയിൽസ് വരുന്നതായിരിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ അച്ചീവ്മെന്റ് കമ്പനി പബ്ലിഷ് ചെയ്തതായിരിക്കാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ അച്ചീവ്മെന്റ് ആണ്, നിങ്ങളുടെ ടീമിന്റെ അച്ചീവ്മെന്റ് ആണ്, ബട്ട് യു ആർ എ പാർട്ട് ഓഫ് ദാറ്റ്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് നിങ്ങളുടെ ഒരു പേഴ്സണൽ ഫോൾഡറിലേക്ക് മെയിലിൽ മാറ്റി വെക്കുക. എന്നിട്ട് നിങ്ങൾ ഈ സാധനങ്ങൾ എല്ലാ 3 months കൂടുമ്പോഴും നിങ്ങളുടെ റെസ്യൂമിൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾ ഈ ഒരു സാധനം അപ്ഡേറ്റ് ചെയ്ത് വെക്കണം. എപ്പോഴും നമ്മൾ റെസ്യൂമെ അപ്ഡേറ്റഡ് ആക്കി വെക്കണം. അത് നമ്മൾ ഇന്ന് ചാടും നാളെ ചാടും അതുകൊണ്ട് എന്റെ റെസ്യൂമെ അപ്ഡേറ്റ് ചെയ്യണം അങ്ങനെയല്ല. കുറെ നാൾ കൂടുമ്പോൾ നമുക്ക് ഇതൊരു ബേർഡൻ ആയിട്ട് തോന്നും നമ്മുടെ റെസ്യൂമെ അപ്ഡേഷൻ. ഓക്കെ, എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഞാൻ ഒത്തിരി പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഓ റെസ്യൂമെ അപ്ഡേറ്റ് ചെയ്യാൻ മടിയാ, അത് കാരണം ഞാൻ അടുത്ത ജോലിക്ക് നോക്കുന്നില്ല, ഇപ്പൊ വയ്യ എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈവൻ ദോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാനാണ് നിങ്ങൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഏറ്റവും ഒരു ജോലിയിൽ കംഫർട്ടബിൾ ആവുന്ന ഒരു ടൈമാണ് നമ്മൾ ഏറ്റവും ജോലി നോക്കേണ്ട ഒരു ടൈം. 1 days നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നോക്കണം. ഇനി നമ്മൾ ഒത്തിരി കംഫർട്ടബിൾ ആയി പോകുന്നു, ഈ മാനേജറിന്റെ കീഴിൽ നമ്മൾ ഒരിക്കലും പോവില്ല എന്നൊക്കെ നമുക്ക് തോന്നുന്ന ഒരു സിറ്റുവേഷൻ വരും. അങ്ങനെ വന്നാൽ ഇപ്പൊ ഗേൾസിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവർ പെട്ടെന്ന് അവിടെ കംഫർട്ടബിൾ ആയി പോയിട്ട് അവർ ഒരിക്കലും പിന്നീട് ഒരു ചേഞ്ച് നോക്കാത്ത രീതി വരും. അപ്പൊ പ്രശ്നം എന്നാന്ന് വെച്ചാൽ നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ടാകത്തില്ല അവിടെ. ചിലപ്പോൾ ഒരു പ്രൊമോഷൻ ആവട്ടെ ഒന്നും നമുക്ക് അവിടെ കിട്ടുന്നുണ്ടാകത്തില്ല, നമ്മൾ ചെയ്യുന്ന വർക്ക് അവിടെ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നുണ്ടാകത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴും ഇവർ വിചാരിക്കും എനിക്കൊരു ജോലി ഉണ്ടല്ലോ, ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം, സോ ദാറ്റ് ഇനി ഞാൻ ഒരു കമ്പനി ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, ചിലപ്പോൾ ലൊക്കേഷൻ മാറേണ്ടി വരും, വീട് മാറേണ്ടി വരും, ഇങ്ങനെ കുറെ കാര്യങ്ങൾ കൂട്ടി നമ്മൾ ഓക്കെ പിന്നെ ആവട്ടെ നാളെ ആവട്ടെ എന്നുള്ള രീതിയിൽ വെക്കും. പക്ഷെ വേറെ ബോയ്സിന്റെ കേസിൽ അവർ കുറച്ചും കൂടെ ഫാസ്റ്റ് ആണ് ഈ ഒരു കാര്യത്തിൽ. ഒരു ഡിസിഷൻ എടുത്താ അല്ലെങ്കിൽ വേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അവർ ചാടും. ഇത് ഞാൻ യൂഷ്വലി കണ്ടിരിക്കുന്ന ഒരു ട്രെൻഡാണ്. ഇത് എന്റെ മാത്രം പെർസെപ്ഷൻ ആണ്, എല്ലാവരും ഇതെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ അവർ പെട്ടെന്ന് ചാടും. ഇങ്ങനെ കമ്പനീസ് ചേഞ്ച് ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് സാലറി കൂടുമെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അങ്ങനെ സാലറി കൂടി അല്ലെങ്കിൽ പൊസിഷൻ ടൈറ്റിൽ, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, അത് ചേഞ്ച് ആയിട്ട് എന്താണ് നല്ല നല്ല പൊസിഷൻസിലേക്ക് പോകുന്നവരുണ്ട്. അത് ഒബ്വിയസ്ലി നമ്മൾ ഒരു കമ്പനി ഇരുന്ന് കഴിഞ്ഞാൽ കുറെ നാൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഗ്രോത്ത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടൈറ്റിലേക്ക് നമുക്ക് എത്താൻ പറ്റിയിട്ടുണ്ടാവണമെന്നില്ല. അല്ലെങ്കിൽ പിന്നെ അതുപോലെ നമ്മളെ വാല്യൂ ചെയ്യുന്ന റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു കമ്പനി ആണെങ്കിൽ ഇറ്റ്സ് ടോട്ടലി ഫൈൻ, നിങ്ങൾക്ക് ഇരിക്കാം, കുഴപ്പമില്ല. പക്ഷെ ഇഫ് യു ആർ ഫീലിംഗ് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്, യു ഷുഡ് സ്റ്റാർട്ട് തിങ്കിങ് അബൌട്ട് വാട്ട് നെക്സ്റ്റ്. നേരത്തെ ഞാൻ മിസ് ഔട്ട് ചെയ്ത ഒരു സാധനമാണ് ഈ ക്യാമ്പസ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ സ്റ്റുഡൻസിന് ഫ്രഷേഴ്സിനെ ഹയർ ചെയ്യാൻ നോക്കുന്ന പ്രോഗ്രാംസിൽ ഫ്ലിപ്കാർട്ടിനും ഫോൺ പേക്കും ആക്ച്വലി സിമിലർലി വിമൻ സ്പെസിഫിക് ആയിട്ടുള്ള ഹാക്കത്തോൺസ് അവർ നടത്താറുണ്ട് ഇയർലി. ദാറ്റ്സ് എ വെരി അവർ ടെക് ടാലന്റിനാണ് പൊതുവെ നടത്തുന്നത്. ദാറ്റ്സ് എ വെരി ഗുഡ് പ്ലാറ്റ്ഫോം ഇഫ് യു ആർ പ്ലാനിങ് ടു വർക്ക് ഓൺ ദോസ് കമ്പനീസ്. ആൻഡ് ഹാവിങ് സെഡ് ദാറ്റ് ഞാൻ പറയുമ്പോൾ യു വർക്ക് അറ്റ് ആമസോൺ ആൻഡ് യു ആർ നോട്ട് ഫ്രം എൻ IIM. നീ പഠിച്ചത് ഇവിടുത്തെ ഒരു നോർമൽ കോളേജിലാണ്. ആൻഡ് എനിക്ക് തോന്നുന്നു അത് കുറെ ആൾക്കാർക്ക് റിലേറ്റബിൾ ആയിരിക്കും. ഇപ്പോൾ പലരും ജസ്റ്റ് സേയിങ് ഇറ്റ് ഔട്ട് ലൗഡ്, ഒരുപാട് ആൾക്കാർ ചില ജോബുകളൊക്കെ കാണുമ്പോഴത്തേക്കും ഓക്കെ ഇത് IIM ആണെങ്കിലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് തന്നെ അപ്ലൈ ചെയ്യാത്ത ആൾക്കാരെ എനിക്കറിയാം. ഓക്കെ, അപ്പോൾ ഹൗ വാസ് യുവർ ജേർണി ടു ആമസോൺ? എനിക്ക് തോന്നുന്നത് ഒരുപാട് ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിരിക്കും. സോ ആൻഡ്
ഹാവിങ് സെഡ് ദാറ്റ് അതുകൂടി പറയുമ്പോഴത്തേക്കും ലെയർ ആക്റ്റീവ്ലി കമ്മ്യൂണിറ്റിയിൽ ഇൻവോൾവ് ആണ്. കമ്മ്യൂണിറ്റി ഇപ്പോൾ ടിങ്കർ ഹബ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വിമൻ ഇൻ ടെക്കിന്റെ ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഡയറക്ട്ലി ഇൻവോൾവ് ആയിട്ടുള്ള ഒരാളാണ് നീ. പക്ഷേ യു ഡോണ്ട് ഹാവ് എ ടെക് ബാക്ക്ഗ്രൗണ്ട്. പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുള്ളത് ഈ പറയുന്ന കമ്മ്യൂണിറ്റി സ്പേസിൽ വരുമ്പോഴത്തേക്കും മോസ്റ്റ് ഓഫ് ദി മെജോറിറ്റി എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളാണ്. പക്ഷേ യു ആർ നോട്ട് ഫ്രം ദാറ്റ് ടിപ്പിക്കൽ, അതായത് നമ്മൾ പൊതുവേ കാണുന്ന ഒരു നോർമൽ ക്രൗഡിൽ നിന്നുള്ള ഒരാളല്ല, ആർട്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരാളാണ്. പഠിക്കുന്നതും ഐ മീൻ എഞ്ചിനീയറിംഗുമായിട്ട് യാതൊരു ബന്ധമോ അല്ലെങ്കിൽ ബന്ധമോ വരാൻ ഇല്ലാത്ത സിറ്റുവേഷൻസിലാണ് നീ ജോലി ചെയ്തിരുന്നത്. ആൻഡ് യു ആർ ഇന്റേണിംഗ് വിത്ത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ അല്ലേ? അങ്ങനെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് സാധനങ്ങൾ നീ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു പ്രോസസ് അല്ലെങ്കിൽ ആ ഒരു ജേർണി ഒന്ന് പറയാം. എനിക്ക് തോന്നുന്നു അതായിരിക്കും ഒരുപാട് ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. സോ ഞാൻ ഡിഗ്രി ചെയ്തത് ഇവിടെ അടുത്തുള്ള ചങ്ങനാശ്ശേരി തന്നെയുള്ള ഒരു കോളേജിലായിരുന്നു. ഞാൻ ബികോം വിത്ത് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ആണ് ചെയ്തത്. അപ്പോ ഡിഗ്രിക്ക് കോളേജിലേക്ക് വരുമ്പോഴാണ് എന്റെ കുറച്ച് സീനിയേഴ്സ് വാസ് ആക്ച്വലി ഇൻവോൾവ് ഇൻ IEDC ആൻഡ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് സ്റ്റഫ് ഒക്കെ അവർ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആക്ച്വലി കമ്മ്യൂണിറ്റീസിനെ കുറിച്ച് അറിയുന്നത്. അപ്പോ ഒരു ദിവസം ഇവര് ക്ലാസ്സിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ട്, എന്തെങ്കിലും ഔട്ട് ഓഫ് ദി ബോക്സ് ആയിട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പേരിതാ, നമ്മുടെ ഇവിടെ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, സോ യു ക്യാൻ ആക്ച്വലി ജോയിൻ എന്നൊക്കെ പറഞ്ഞു വന്നു. അപ്പൊ ഞാൻ അതിനൊക്കെ പേര് കൊടുത്തു. എന്തോ എനിക്കൊരു മോട്ടിവേഷൻ ഫാക്ടർ, എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്റെ പേര് ഞാൻ കൊടുത്തു. അങ്ങനെ അവര് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഒരു മീറ്റിങ്ങിന് വിളിച്ചു. അപ്പോഴാണ് ഈ IEDC ആയിരുന്നു ആ ഒരു സർക്കിൾ എന്ന് പറയുന്നത്. അപ്പം IEDC എന്താണെന്നും അവരെന്തൊക്കെ ആക്ടിവിറ്റീസ് അവിടെ ചെയ്യുന്ന അതിന്റെ ഭാഗമായിട്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞു. അങ്ങനെ എല്ലാ ദിവസവും ഈവനിങ്സിൽ നമുക്ക് ജസ്റ്റ് മീറ്റിംഗ് ഒന്നും അല്ല, നമ്മൾ ചുമ്മാ എല്ലാ ദിവസവും നമുക്ക് IEDCക്ക് ഒരു റൂം ഉണ്ട്. അപ്പൊ നമ്മൾ അവിടെ പോയിരിക്കും, ഓരോരോ പുതിയ കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. അങ്ങനെയാണ് എന്റെ കമ്മ്യൂണിറ്റീസിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റിയിൽ വരുന്നത്. ആൻഡ് അത് കഴിഞ്ഞ് നമ്മൾ അതിന്റെ ഭാഗമായിട്ട് കുറച്ചേറെ ഈവെന്റ്സ് ഒക്കെ കോളേജിൽ നടത്തി. സോ ദാറ്റ് ആ ഒരു പ്രോപ്പർ ഒരു കമ്മ്യൂണിറ്റിയിലേക്കുള്ള ഒരു എൻട്രി അങ്ങനെ ആയിരുന്നു. ദെൻ ഞാൻ MBA ചെയ്തു. MBA ചെയ്തതും എന്റെ ഒരു നിയർ ബൈ കോളേജിൽ തന്നെയാണ് ഞാൻ ചെയ്തത്. അപ്പൊ അവിടെ വെച്ചിട്ടാണ് ആക്ച്വലി ആമസോൺ ഒരു ഹയറിംഗ്, എനിക്കൊരു പ്ലേസ്മെന്റ് കിട്ടുന്നത്. അപ്പൊ അതിന്റെ പിന്നിലും കുറെ കഥകളൊക്കെ ഉണ്ട്. അവരും ആദ്യം നമ്മളോട് ചോദിക്കുന്നത് എന്താണ് നിങ്ങൾ ഡിഫറെന്റ് ആയിട്ട് ചെയ്തത്. ഒരു ലോട്ട് ഓഫ് ഇന്റർവ്യൂസ് ഉണ്ടായിരുന്നു. 3 to 4 റൗണ്ട് ഓഫ് ഇന്റർവ്യൂസ് ഉണ്ടായിരുന്നു എന്നെ എടുത്തപ്പോഴും. അപ്പൊ ഫസ്റ്റ് റൗണ്ട് ഓഫ് ഇന്റർവ്യൂലൊക്കെ അവർ ചോദിച്ചത് എന്താ നിങ്ങൾ ഡിഫറെന്റ് ആയിട്ട് ചെയ്തത് എന്നുള്ള ഒരു കാര്യമായിരുന്നു. അപ്പൊ എനിക്ക് കുറെ കാര്യങ്ങൾ ഡിഫറെന്റ് ആയിട്ട് ചെയ്തത് പറയാൻ പറ്റിയത് എന്തുകൊണ്ടാന്ന് വെച്ചാല് ഞാൻ IEDCയിൽ വർക്ക് ചെയ്തു. അതുപോലെ തന്നെ MBAയുടെ ഒരു ഫസ്റ്റ് ഇയർ ആയപ്പോൾ ഞാൻ ടിങ്കർ ഹബ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്തു. ഇറ്റ്സ് ബിക്കോസ് എനിക്ക് ഇന്റേൺഷിപ്പ് ചെയ്യണമായിരുന്നു. അത് മസ്റ്റ് ആണ് നമുക്ക് MBAയുടെ പാർട്ടായിട്ട്. അപ്പൊ ഞാൻ കേരള സ്റ്റാർട്ടപ്പ് മിഷനിലാണ് ഇന്റേൺഷിപ്പ് ചെയ്തത്. ബിക്കോസ് എനിക്ക് IEDC വഴി സ്റ്റാർട്ടപ്പ് മിഷൻ കുറച്ചും കൂടെ അറിയാമായിരുന്നു. സോ ഐ വാസ് ഇൻട്രസ്റ്റഡ് അവിടെ ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ അവിടെ HR ഇന്റേൺഷിപ്പ് ആണ് ചെയ്തത്. അപ്പൊ അവിടെ വെച്ചിട്ടാണ് ആക്ച്വലി എനിക്ക് ഓപ്പർച്യൂണിറ്റി വരുന്നത്. ടിങ്കർ ഹബില് ഇങ്ങനെ ഒരു കരിയർ ലീഡിനെ അവർ നോക്കുന്നുണ്ട്, അവിടുത്തെ കരിയർ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ റൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ടിങ്കർ ഹബിന്റെ കരിയർ ലീഡ് എന്ന പൊസിഷൻ ഏറ്റെടുത്തു. അവിടെ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഡിസൈൻ ചെയ്തു. ആൻഡ് മെന്ററിങ്, കോച്ചിങ്, ഇതൊക്കെയായിരുന്നു മെയിൻലി എന്റെ അവിടുത്തെ ഒരു ജോബ് പ്രൊഫൈൽ എന്ന് വെച്ചാൽ. ഞാൻ ജസ്റ്റ് വോളണ്ടിയറിംഗ് ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് റീസൺസ്. ആമസോണിൽ ഒരു എനിക്ക് എന്തെങ്കിലും അവരെപ്പോഴും ഇന്റർവ്യൂ ബിഹേവിയറൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് ചോദിക്കുന്നത്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളോട് ഇപ്പം ലീഡർഷിപ്പ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ആമസോണിൽ. ഇപ്പൊ ഗൂഗിളിൽ പറയുകയാണെങ്കിൽ ഗൂഗ്ലിനെസ് എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനെ എല്ലാ കമ്പനീസിലും അവര് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു സെറ്റ് ഓഫ് സാധനങ്ങളുടെ ബേസിലായിരിക്കും. അപ്പൊ ആമസോണിലെ ലീഡർഷിപ്പ് പ്രിൻസിപ്പിൾസ് ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും ആമസോൺ ലീഡർഷിപ്പ് പ്രിൻസിപ്പിൾ. അപ്പം അവരുടെ ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഒരു ലീഡർഷിപ്പ് പ്രിൻസിപ്പിൾ ആണ് ഹയർ ആൻഡ് ഡെവലപ്പ് ദ ബെസ്റ്റ്. ഓക്കെ, അപ്പൊ അതിന്റെ ബേസ് ആയിട്ട് അവർ ചോദിക്കുന്നത് ടെൽ മി ആൻ എക്സാമ്പിൾ ഓഫ് ഹയർ ആൻഡ് ഡെവലപ്പ് ദ ബെസ്റ്റ്. അങ്ങനെ അല്ലായിരിക്കും അവർ ചോദിക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ കൂടെയുള്ള ഒരു കൊളീഗ്, ഇപ്പം ഫ്രഷറിന്റെ പെർസ്പെക്റ്റീവ് ഞാൻ ഒരു ക്വസ്റ്റ്യൻ പറയുവാണെങ്കിൽ, നിങ്ങൾ കോളേജിൽ ഒരു ഇവന്റ് ഓർഗനൈസ് ചെയ്തു. സോ നിങ്ങളുടെ കൂട്ടത്തിൽ കുറെ ആൾക്കാരുണ്ടായിരുന്നു, പക്ഷെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള മാർക്കറ്റിംഗിന്റെ ഹെഡ് വോളണ്ടിയർ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ എന്താണ് ആ ഒരാളെ മുമ്പോട്ട് കൊണ്ടുവരാൻ വേണ്ടി ചെയ്തത്? എന്തൊക്കെ സ്റ്റെപ്സ് ആണ് നിങ്ങൾ എടുത്തത്? ആസ് എ ടീം ലീഡ് നിങ്ങൾ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് എടുത്തത്? എങ്ങനെയാണ് നിങ്ങൾ ആളെ മോട്ടിവേറ്റ് ചെയ്തത്? ആളുടെ ഒരു ഒരു സക്സസ് നിങ്ങൾ എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്തത്? അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും
യൂഷ്വലി ചോദിക്കുക. അപ്പൊ ഒരു സിറ്റുവേഷൻ ബേസ്ഡ് ക്വസ്റ്റൻ ആണ്. നമ്മൾ ആക്ച്വലി നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും അവരോട് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോ ഇങ്ങനെയുള്ള കുറച്ച് കമ്മ്യൂണിറ്റീസിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ കുറച്ച് ഡിഫറെന്റ് സെറ്റ് ഓഫ് പ്രൊജക്ട്സിൽ വർക്ക് ചെയ്യുന്നതിന്റെ ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, നമുക്കിപ്പോ ഒരു കമ്പനിയിൽ ഇന്റർവ്യൂ വരുമ്പോൾ നമുക്ക് പ്രോപ്പർ ആയിട്ട് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ഓൾറെഡി കുറച്ച് കഥകൾ ഉണ്ടാവും പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ അതാണ്, അങ്ങനെയാണ് ഐ മീൻ കമ്മ്യൂണിറ്റീസ് ആർ വൺ ഓഫ് ദ റീസൺ എനിക്ക് ആമസോണിൽ കിട്ടാൻ വേണ്ടി. കാരണം എനിക്ക് കുറെ കഥകള് കമ്മ്യൂണിറ്റീസിന്റെ കയ്യിൽ നിന്ന് തന്നെ പറയാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഐ ഹാവ് എക്സ്പീരിയൻസ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ആക്ച്വലി ആ ഒരു ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റിയത്. Leah, thank you for the amazing conversation in Curious കഥകൾ. എനിക്ക് തോന്നുന്നു HR-മാരുടെ സൈഡിൽ കുറച്ച് HR-മാരുടെ പെർസ്പെക്റ്റീവ് നിന്ന് സംസാരിക്കുന്നത് പൊതുവെ കോമൺ ആയിട്ടുള്ള ആൾക്കാർക്ക് അധികം അറിയാത്തൊരു പോയിന്റ് ആയിരിക്കും. എസ്പെഷ്യലി സ്റ്റുഡൻസിന്റെ കേസിൽ അവർക്ക് അങ്ങനെ HR-മാരെ കുറിച്ച് ഈ പറയുന്ന സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം പറയുന്ന ഈ ഒരു ബാഡ് ഇമേജ് മാത്രമേ കാണുള്ളൂ. സോ എനിക്ക് തോന്നുന്നു ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റി. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ യുവർ ജേർണി ടു ആമസോൺ ആൻഡ് യുവർ കണക്ഷൻ വിത്ത് ടെക്, ഒരുപാട് ആർട്ട് സ്പേസ് ആണെന്നുണ്ടെങ്കിലും അങ്ങനെ വിത്ഡ്രോ ചെയ്ത് നിൽക്കാണ്ട് യു ടുക്ക് ദാറ്റ് ഇനിഷ്യേറ്റീവ് ആൻഡ് ബി ഹിയർ. എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ തോന്നിയത് യു മെൻഷൻ ദ സിമിലർ കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ യുവർ ടെഡ് ടോക്ക്. സോ ഞാൻ ഇപ്പോഴാണ് പിക്കപ്പ് ചെയ്തത്. ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ടെക് ടോക്ക്. ആർക്കും ഞാൻ ലിങ്ക് ചെയ്തിരിക്കാം, ആൾക്കാർ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അതിൽ നീ പറയുന്നുണ്ട് കമ്മ്യൂണിറ്റിയുടെ ഇൻഫ്ലുവൻസ് for you to be in this space. So thank you for having this amazing conversation with me, and I hope a lot of people will find value out of our podcast. Thank you, Leah. Thank you so much for inviting me, Advait. Thank you so much.